Hello everyone, welcome to Disha YouTube channel. അപ്പോൾ നമുക്കറിയാം MTSന്റെ തണ്ടർ ബാച്ച് ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് യൂട്യൂബിലെ സ്റ്റുഡൻസിന് വേണ്ടിയായിട്ട് നമ്മളിപ്പോൾ തണ്ടർ ബാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ MTSന്റെ ഒരുപാട് ക്ലാസ്സസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ MTSന്റെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ നമുക്കറിയാം ഇംഗ്ലീഷിന് ടോപ്പിക് വൈസ് കുറേ കാര്യം നിങ്ങൾക്കറിയാം MTSൽ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, നല്ല രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഡെയിലി ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഒക്കാബ് സെക്ഷൻ പ്രോപ്പർലി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു PYQ സെക്ഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് MTSലെ ഈ ഒരു ക്ലാസ്സിലേക്ക് എന്തായാലും എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 5 ഇഡിയംസ് പഠിക്കാം. നമുക്ക് ഇഡിയംസ് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഇഡിയംസ് എന്ന് പറയുമ്പോൾ 5 ഇഡിയംസ് ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് പ്ലേ ഇറ്റ് ബൈ ഇയർ എന്നുള്ളതാണ്. ഇപ്പോൾ അറിയാം ഈ ഒരു ഇഡിയംസ് വരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിനകത്തായിരിക്കും. ഇപ്പോൾ വൊക്കാബ് സെക്ഷനിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇഡിയംസ് ആയിക്കോട്ടെ, ആൻറ്റോണിയംസ് ആയിക്കോട്ടെ, സിനോണിയംസ് ആയിക്കോട്ടെ, സ്പെല്ലിംഗ് ആയിക്കോട്ടെ, എല്ലാം സെൻറ്റൻസ് ബേസിലാണ് വരുന്നത്. അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട് നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ രീതിയിലുള്ള അതിൻ്റെ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ തോട്ട് പ്രോസസ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞാൽ എന്താണ്, പ്ലേ ഇറ്റ് ബൈ ഇയർ. ഒരു കാര്യം പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന ഇഡിയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പ്ലേ ഇറ്റ് ബൈ ഇയർ. ഇയറിൽ കേൾക്കുമ്പോൾ തന്നെ പ്ലേ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ എന്താ, ഇയറിൽ പെട്ടെന്ന് കേട്ടു നമ്മൾ എന്ത് ചെയ്യാണ്, അതിനങ്ങ് പാടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒരു കാര്യത്തിനെ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുന്നു, ബിഫോർ ഹാൻഡായിട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൂടുതൽ എഫേർട്ട് കൊടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് പറയുന്നത്. അതാണ് ഡു സംതിങ് അൺപ്ലാൻഡ്. ഡു സംതിങ് അൺപ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ആണ്. ഇതെല്ലാം മീഡിയംസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഇതാണ്. അപ്പം ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ഒരു ഗിഫ്റ്റാണ്. എന്തിൻ്റെ, ഗ്യാബിൻ്റെ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഗ്യാബിൻ്റെ മീനിങ് അറിയാമെന്നുള്ളവർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. എന്താ ഗ്യാബിൻ്റെ മീനിങ്, സ്പീക്കിംഗ് എന്നുള്ളതാണ് കേട്ടോ. ടോക്ക് ചെയ്യാനുള്ള പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നമ്മൾ പറയുന്നത്, എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള ആ ആളുടെ ഒറൈറ്റിംഗ് സ്കില്ല്, ഒറേറ്റർ എന്നാണ് പറയുന്നത് അല്ലേ. എപ്പോഴും സംസാരിക്കുന്നവരെ ഒറേറ്റർ, സ്പീച്ചിങ് ചെയ്യുന്ന ആൾക്കാരെ ഒറേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്യാബേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ഉള്ളവരെ നമുക്ക് എന്ത് പറയാം, എബിലിറ്റി ടു സ്പീക്ക് ഈസിലി, ഈസി ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നത്, ഭയങ്കര ഒരു കോൺഫിഡൻസും കളയാണ്ട് ഏറ്റവും കോൺഫിഡൻസോടെ തന്നെ ഒരു സ്റ്റേജിൽ നിന്ന്, ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ നിന്ന് സംസാരിക്കാൻ പറ്റുക, ഭയങ്കരമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക, നന്ന രീതിക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഇൻഫർമേഷൻസ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ഉള്ളവരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, എബിലിറ്റി ടു സ്പീക്ക് ഈസിലി ആണ് ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് എന്ന് പറയുന്നത്. എല്ലാവരെയും വശത്താക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരം, ആ ഒരു രീതിയാണ് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തത് ഇൻ ദ ടീത്ത് ഓഫ്. ഇൻ ദ ടീത്ത് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻ ദ ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ലാണ് അല്ലേ. ഇൻ ദ ടീത്ത് ഓഫ്, നമ്മൾ ടീത്തിൻ്റെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണ്. ഇൻ ദ ടീത്തിൻ്റെ അകത്ത് എന്താ ഉള്ളത്, നമുക്ക് ഉള്ളിലുള്ളത് നാക്കാണ് അല്ലേ. നമ്മൾ ആ ടീത്തിനെ അങ്ങ് ഇൻ ദ ടീത്ത്, അകത്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, നാക്കിനെയാണ് അല്ലേ. നമ്മുടെ നാക്കാണല്ലേ. നാക്കിനെ അവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ പല്ലിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് നാക്ക് പുറത്തിടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാക്കുകയാണ്, എന്തുണ്ടാക്കിയാണ്, ഒപ്പോസിഷൻ ഉണ്ടാക്കിയാണ്. ആ നാക്കിനെ അങ്ങോട്ട് പോവാതെ ഒരു വേലിക്കെട്ട് പോലെയാണ് ആര് ആക്ട് ചെയ്യുന്നത്, പല്ലുകൾ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇൻ ദ ടീത്ത് ഓഫ്, നമ്മുടെ ടീത്ത് എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ കയറി ഇങ്ങനെ ഫേസ് ആയി നിൽക്കുക. എങ്ങനെ, എഗെയിൻസ്റ്റ് ആയിട്ട്, നാക്കിനെ പുറത്ത് വിടാണ്ട് അവിടെ ഒരു വേലി പോലെ നിൽക്കുന്ന ആളാണ് പല്ല്. അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ ഒപ്പോസിഷൻ ടു, ഏതൊരു കാര്യത്തിനെ എതിർക്കാൻ നിൽക്കുന്നവർ, ഫ്രണ്ടിൽ കയറി ഞാൻ ഈ കാര്യം എതിർക്കും എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരെയാണ് ഇൻ ദ ടീത്ത് ഓഫ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ ഒപ്പോസിഷൻ ടു എന്ന് പറയുന്നത്. ഇൻ ഡിഫിയൻസ് ടു, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ എതിർക്കുക, ഡിഫെൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇൻ ദ ടീത്ത് ഓഫ് അല്ലെങ്കിൽ ടൂത്ത് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എതിർക്കുക, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക. ഒരു കാര്യത്തെ എല്ലാവരും പോസിറ്റീവായി പിടിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത് ഡബിൾ ഡീലിങ്സ്. ഡബിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഒരേ ടൈം രണ്ട് ഡീലിങ്സ്, ഡബിൾ ഡീലിങ് ചെയ്യുന്നു. ഒരേ സമയത്ത് തന്നെ
രണ്ടിനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് വരുമല്ലോ, ഡബിൾ ഡീലിങ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ട് ഓഫ് ചീറ്റിംഗ് ആണല്ലേ. ഒരേ സമയം തന്നെ രണ്ടുപേര് നോക്കുക. അപ്പം എന്താണ്, ആക്ട് ഓഫ് ചീറ്റിംഗ് ആണ്. ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങളിൽ ഏർപ്പെടുക. അതെന്താണ്, ഒരു തരത്തിൽ എന്ത് ചെയ്യുക, രണ്ടിനും സമയം എന്ന് വെച്ചാൽ ഒന്നിനും കംപ്ലീറ്റ്ലി സമയം കൊടുക്കുക, അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക. അതെന്താണ്, ഒരു ആക്ട് ഓഫ് ചീറ്റിംഗ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസീവ് ചെയ്യുക. ഡിസീവിൻ്റെ മീനിങ് എന്താ, ഡിസീവിൻ്റെ മീനിങ്, ഈ പറയുന്ന ഡിസീവിൻ്റെ മീനിങ് ചതിക്കുക. ഓക്കെ, ചതിക്കുക എന്നുള്ള മീനിങ് ആണ്. ഒരാളെ എന്ത് ചെയ്യുക, അയാളെ നമ്മൾ എന്ത് ചെയ്യുക, മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യുക, മനഃപൂർവ്വമായിട്ട് ചതിക്കുന്നതിനെയാണ് ഡിസീവ് ചെയ്യുക. അയാളെ നമ്മൾ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത് കേട്ടോ, ഡിസീവ് ചെയ്യുക. അപ്പോൾ ആക്ട് ഓഫ് ചീറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ഡീലിങ്സ് എന്ന് പറയുന്നത്. അത്ര ആൾക്കാർ എന്ത് ചെയ്യും, ഡബിൾ ഡീലിങ്സ് ആണ് ചെയ്യുന്നത്, ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി അടുത്ത് ഓഫ് ആൻഡ് ഓൺ എന്ന് പറയുന്ന വേർഡ്. ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞ വേർഡ് എന്താ, ഇറഗുലർലി അല്ലെങ്കിൽ പീരിയോഡിക്കലി. ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു. നമ്മളൊരു സ്വിച്ചിനെ പോയി ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു എന്ന മീനിങ് എന്താ, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഇറഗുലാരിറ്റി ആണ്. ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ഒരു ബൾബ് കത്തേണ്ടടുത്ത് അവിടെ എന്തുണ്ട്, അതിങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു ഇറഗുലാർ മൂവ്മെൻ്റ് ആണ് അല്ലേ, ഒരു ഇറഗുലാരിറ്റി അവിടെ ഫേസ് ചെയ്യും. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ശരിക്കും ഓഫ് ആൻഡ് ഓണിൽ വരുന്നത്. ഇറഗുലാരിറ്റി അല്ലെങ്കിൽ പീരിയോഡിക്കലി, എന്നും ചെയ്യാത്ത കാര്യങ്ങൾ. ഓഫാണ്, കുറച്ച് ദിവസം ഓഫാണ്, കുറേ ദിവസം ഓണാണ്. അപ്പോൾ അതെന്താണ്, എന്നും ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, എപ്പോഴും ചെയ്യുന്നെന്ന് പറയാം. അതേസമയം ഈ ഓഫ് ആൻഡ് ഓൺ, ചില സമയം നമ്മൾ ഓഫാണ്. നമ്മളിപ്പോൾ ഒരു എന്താണ്, ഒരു റണ്ണിങ്ങിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചു, നമ്മൾ ഓടാൻ പോകാമെന്ന് വിചാരിച്ചു. ചില ദിവസം നമ്മൾ ഓഫാണ്, ചില ദിവസം നമ്മൾ ഓണാണ്, നമുക്ക് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അതെന്താണ്, എന്നും നിങ്ങൾ പോകുന്നില്ല. എന്നും പോകണമെങ്കിൽ ഫുള്ളി ഓണെന്ന് പറയാം. ചില ദിവസം പോകുന്നു, ചില ദിവസം പോകുന്നില്ല. അതെന്താണ്, പീരിയോഡിക്കലി, വല്ലപ്പോഴും ഒരിക്കലേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, അതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു മീനിങ് ആണ് ഇതിന് പറഞ്ഞാൽ ഓഫ് ആൻഡ് ഓണിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇഡിയംസ്. കിട്ടുന്ന വേർഡ്സ് എന്താണെന്ന് വെച്ചാൽ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും നമ്മളൊരു നോർമലി മലയാളം ടച്ചിലേക്ക് ആ ഒരു ഇംഗ്ലീഷിനെ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കൺവീൻസിങ് ആയിട്ട് പഠിച്ചെടുക്കാൻ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് ഓഫ് ആൻഡ് ഓൺ ഫോർ സം ടൈം. നമ്മൾ പഠിച്ചൊരു എന്തുണ്ട്, ഇഡിയം ഇതിനകത്തില്ലേ, നമ്മൾ പഠിച്ചൊരു ഇഡിയം ഏതാണ്, ഇഡിയം ഏതാണ്, ഓഫ് ആൻഡ് ഓൺ അല്ലേ, ഓഫ് ആൻഡ് ഓൺ. ഈ ഒരു ഇഡിയം എന്തുണ്ട്, നമ്മൾ പഠിച്ചെന്നാണ് വന്നത്, ഓഫ് ആൻഡ് ഓൺ. അപ്പം നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് ഓഫ് ആൻഡ് ഓണിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്തൂലേ. അപ്പം അറിയാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് സെന്റൻസ് വായിച്ചു നോക്കണം. ഐ ഹാവ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് ഫോർ സം ടൈം. എന്താണ് ഓഫ് ആൻഡ് ഓൺ ഫോർ സം ടൈം, കുറച്ച് നാളത്തേക്ക് ഞാൻ ഫ്രഞ്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്, റെഗുലർ ആണോ അല്ലെങ്കിൽ ഇറഗുലർ ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓഫ് ആൻഡ് ഓൺ ആണ്, ഓഫാണ്, കുറച്ച് ദിവസം ഓഫാണ്, കുറച്ച് ദിവസം ഓൺ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, റെഗുലർലി ആണോ, അല്ല, റെഗുലർ അല്ല. സ്ലഗ്ഗിഷ്ലി ആണോ, സോറി, സ്ലഗ്ഗിഷ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ലേസി ആയിട്ടല്ലേ, സ്ലഗ്ഗിഷ് ആയിട്ട്, ലേസി ആയിട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും മടി പിടിച്ചിരുന്ന് ചെയ്യുക. ആ ഒരു മീനിങ് ആണ് ലേസിക്ക് പറഞ്ഞത് കേട്ടോ, ലേസി, സ്ലഗ്ഗിഷ് ആയിട്ടിരുന്ന് ചെയ്യുക, സ്ലഗിനെ വരുന്നത്, സ്ലോത്ത് പോലെ ഇരിക്കുക, ആ ഒരു മീനിങ് ആണ്. ഇനി അടുത്ത് ഇറഗുലർലി ആണോ കറക്റ്റ് ആൻസർ, അതല്ലേ കറക്റ്റ് ആൻസർ, റെഗുലാരിറ്റി ഇല്ലാണ്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഏതാണ് ആൻസർ, ഇതിൻ്റെ ആൻസർ ഇറഗുലർലി ആണ്. അപ്പോൾ ഓഫ് ആൻഡ് ഓണിൻ്റെ മീനിങ് എന്താണ്, ഇറഗുലർലി എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷനിൽ ചോദിച്ചു. സ്നാപ്പിലി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്നാപ്പ്, നമ്മൾ ചെറിയ സ്നാപ്ചാറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ, സ്നാപ്പ്, ക്വിക്ക്ലി എടുക്കുന്ന കുറേ ഷോട്ടുകളാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സ്നാപ്ചാറ്റിൽ കൊടുക്കുന്നത് അല്ലേ, പിക്ചേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, സ്നാപ്പിലി എന്ന് പറഞ്ഞാൽ ക്വിക്ക്ലി, ഒന്നും ചിന്തിക്കാണ്ട് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്നാപ്പിലി എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും ആലോചിക്കാണ്ട് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓഫ് ആൻഡ് ഓൺ ആൻസർ എത്രയാണ്, ഇറഗുലർലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വുഡ് യു റാദർ മേക്ക് എ റിസർവേഷൻ ഫോർ ഡിന്നർ ഓർ ഷുഡ് വി പ്ലേ ഇറ്റ് ബൈ ഇയർ? അവർ ചോദിക്കുകയാണ്, വുഡ് യു റാദർ മേക്ക് എ റിസർവേഷൻ, ഒന്നീ നിങ്ങൾ റിസർവേഷൻ ഉണ്ടാക്കുമോ, ഒരാൾക്ക് ചോദിക്കുകയാണ് റിസർവേഷൻ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ്, ഡിന്നറിന് വേണ്ടി ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ചൊരു റിസർവേഷൻ ബുക്ക് ചെയ്യുന്നുണ്ടോ, ഓർ ഷുഡ് വി പ്ലേ ഇറ്റ് ബൈ ഇയർ? പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് അറിയാമെങ്കിൽ അവർക്ക് അവിടെ ഇപ്പം എന്ത് ചെയ്യാം, ആൻസർ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം അല്ലേ. പ്ലേ ഇറ്റ് ബൈ ഇയർ ആണ് നമ്മുടെ അവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഇഡിയം എന്ന് പറയുന്നത്, പ്ലേ ഇറ്റ് ബൈ ഇയർ. അപ്പോൾ ചോദിക്കണം, ഒന്നീ ഞാൻ റിസർവേഷൻ ചെയ്യുന്നോ അതോ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിക്കണോ എന്നുള്ള രീതിയിൽ. പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പോട്ടെ, വിത്തൗട്ട് പ്ലാനിങ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി എന്ത് ചെയ്യാം, അങ്ങ് ഫുഡ് കഴിക്കാം എന്ന രീതിയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ്,
വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആണോ? അല്ല. അതല്ല. ഡൂയിങ് സംതിങ് അൺപ്ലാൻഡ് ആണോ? അതല്ലേ. ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും വിചാരിക്കാണ്ട് എന്ത് ചെയ്യുക, പോയി കഴിക്കുക എന്നുള്ള മീനിങ് അല്ലേ വരൂ. അപ്പൊ അതെന്താണ്, അൺപ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേ ഇറ്റ് ബൈ ഇയർ. കാതി കേട്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് ചാടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിന് എന്താ പറയുക, അൺപ്ലാൻഡ് ആണ്. നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാണ്ട് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ചെയ്യുന്ന മൂവ്മെന്റിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ബീയിങ് അറ്റ് ഹോം ആണോ, റിസർവേഷൻ ഫോർ ഡിന്നർ ആണോ? നമുക്കപ്പം അറിയാത്ത ഒരാളാണെങ്കിൽ ഏത് വേണോ ഇതിൽ ചൂസ് ചെയ്യാം അല്ലേ. വീട്ടിൽ സ്റ്റേ സേഫ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാം എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇഡിയം അറിയുന്ന ഒരാൾക്ക് ഏത് തന്നെ മനസ്സിലാവും, അൺപ്ലാൻഡ് ആയിട്ട് പോകുന്ന കാര്യമാണെന്ന് മനസ്സിലാവും. ഓക്കെ ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത്, ഐ ആം എ സ്ട്രേറ്റ് ഫോർവേഡ് മാൻ, ഐ ഡു നോട്ട് ബിലീവ് ഇൻ ഡബിൾ ഡീലിങ്സ്. ഞാനൊരു സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ആണ്, പക്ഷെ എന്താണ്, ഞാൻ ഡബിൾ ഡീലിങ്സിൽ വിശ്വസിക്കുന്നില്ല. ഡബിൾ ഡീലിങ്സിൽ വിശ്വസിക്കുന്നില്ല. അതല്ലേ നമ്മുടെ ഇഡിയം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ഇഡിയംസ് എങ്ങനെ പഠിച്ചാൽ, ഒരുപാട് ഇഡിയംസ് ഉണ്ട്, അപ്പോൾ അതെങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷെ സെന്റൻസിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ക്വിക്ലി ക്യാപ്ചർ ആവണം, ഇന്ന സാധനമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഡബിൾ ഡീലിങ്സ് ആണ്. അപ്പോൾ കണ്ടോ ഓപ്ഷൻസ് വന്നത് കണ്ടോ, അയാൾ എന്താണ്, ഡബിൾ ബിസിനസ്സിലുള്ള ആളാണ്, അല്ലെങ്കിൽ എന്താണ്, അല്ല ഡിസീവ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഡബിൾ പോയിന്റ് കിട്ടുന്ന ആളാണ്, അയാൾ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ്, അയാൾ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ആയതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, ഡബിൾ ഡീലിങ്സിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരും നമുക്ക്, ഡബിൾ ഡീലിങ്സിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആരെയും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഏതാണ് ആൻസർ, ഡിസീവ് അല്ലേ. ആരെയും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു മീനിങ്ങിൽ ഡിസീവ് ആണ് അവിടുത്തെ എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഡിസീവ് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ. ഡിസീവ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ്, ഡിസീവ് ആണ് കറക്റ്റ് ആൻസർ. The abrogation of Article 370 was achieved in the teeth of tough resistance. അപ്പോൾ എന്താ പറയണത്, the abrogation of Article 370 ആർട്ടിക്കിൾ എന്താണെന്ന് അറിയാമോ, അല്ലെങ്കിൽ അബ്രോഗേഷൻ എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയാമോ? അപ്പോൾ അതൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഈ സെന്റൻസ് വായിച്ച് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ അബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ റദ്ദാക്കുക എന്നാണ് കേട്ടോ. റദ്ദാക്കുക, റിജക്റ്റ് ചെയ്യുക. ഓക്കെ, റിജക്ഷൻ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ, റിജക്ഷൻ. അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370, റിജക്ഷൻ ഓഫ് ആർട്ടിക്കിൾ 370 നമ്മുടെ ഫണ്ടമെന്റലിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 370 എന്ത് ചെയ്തു, റദ്ദാക്കി കളഞ്ഞു. നമ്മൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു, വേണ്ടാന്ന് വെച്ചു. ആ മീനിങ് ആണ് അബ്രോഗേഷൻ. അപ്പം അബ്രോഗേഷൻ, അപ്പോൾ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, റിട്രീറ്റ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു എന്നുള്ളൊരു മീനിങ് ആണ് അബ്രോഗേഷൻ. അബ്രോഗേറ്റ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം, അബ്രോഗേറ്റ്. അപ്പോൾ എന്താണ്, ഒരു കള്ളന്മാരിങ്ങനെ പോവുകയാണ്, അപ്പം അവിടെ ആലോചിക്കുകയാണ്, ഗേറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവർ വേണ്ടാന്ന് വയ്ക്കും അല്ലേ, റിജക്റ്റ് ചെയ്യും, അവിടെ നിന്ന് മോഷ്ടിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇത് ചെയ്യും. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. മലയാളത്തിൽ തന്നെ അതിൻ്റെ വർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഗേറ്റ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അകത്തോട്ട് കടക്കാൻ പറ്റില്ല, നമുക്ക് ഈ പ്ലാൻ എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം എന്നുള്ള മീനിങ്ങിൽ റിജക്ഷൻ ആലോചിക്കുക. അപ്പോൾ റിജക്ഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ എന്താണ്, ജമ്മു കാശ്മീരിന് എന്ത് കൊടുക്കുന്ന സ്പെഷ്യൽ പവർ ആയിരുന്നല്ലോ ആദ്യമൊക്കെ. അതെന്ത് ചെയ്തു, 2019 നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ റിജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യൽ പവറിൻ്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ സ്റ്റേറ്റിനും, നമ്മുടെ കേരള പോലെയുള്ള എല്ലാ സ്റ്റേറ്റിനും കിട്ടുന്ന അതേ അലവൻസ് അല്ലെങ്കിൽ അതിൻ്റെ അതേ റൂളിംഗ് തന്നെ ആർക്കും പോയാൽ മതി എന്നായി നമ്മുടെ കാശ്മീർ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന് മതി എന്നുള്ള രീതിയിൽ മാറ്റിയ ഒരു സംഭവമാണ് 370 എന്ന് പറഞ്ഞാൽ. സ്പെഷ്യൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, സ്പെഷ്യൽ എഫക്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജമ്മു കാശ്മീരിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്ത് ചെയ്തു, 2019 നമ്മൾ എന്ത് ചെയ്യാണ്, 370 മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു നമ്മൾ ജമ്മു കാശ്മീരിന് ഒരു സാധാ സ്റ്റേറ്റ് പോലെ തന്നെ ബാക്കി എല്ലാ സ്റ്റേറ്റിനെയും പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ്, അതിന് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. എങ്ങനെ റിജക്റ്റ് ചെയ്തു, അച്ചീവ്ഡ് ഇൻ ദ ടീത്ത് ഓഫ് ടഫ്. ഇൻ ദ ടീത്ത് ഓഫ് എന്താണ്, ഇൻ ദ ടീത്ത് അല്ലേ. ഇത്രയും ആൾക്കാർ എന്തായാലും ജമ്മു കാശ്മീരിന് ആ പദവി എടുത്ത് കളയുമ്പോൾ എല്ലാ പേരും എന്ത് ചെയ്യും, അതിനുവേണ്ടി സമരം ചെയ്യും അല്ലേ. അപ്പോൾ അത്രയും ടഫ് റെസിസ്റ്റൻസിലും എന്ത് ചെയ്തു, ഒപ്പോസ് ചെയ്തിരുന്നു അല്ലേ, സുപ്രീം കോർട്ട് ഒപ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ആൻസർ, ഡയറക്റ്റ് ഒപ്പോസിഷൻ. ആ കാര്യത്തിന് എന്ത് ചെയ്തു, ഒപ്പോസ് ചെയ്തു. ഇനി ആരൊക്കെ എന്തൊക്കെ വേളം വെച്ചാലും ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ജമ്മു കാശ്മീരിന്റെ പദവിയെ എടുത്ത് മാറ്റും എന്നുള്ള രീതിയിൽ സുപ്രീം കോർട്ട് വാശി പിടിച്ചിരുന്നു. ഇൻ ദ ടീത്ത് ഓഫ് ടഫ് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടും ആ ഇൻ ദ ടീത്തിൽ എന്ത് ചെയ്തു, പിടിച്ചു നിന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഫ്രണ്ടിൽ കയറി ഞാൻ ഇതിനെ തടയും എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തു, നിന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ഇൻ ദ ടീത്ത് ഓഫ്. അപ്പം എന്താണ്, ഒപ്പോസിഷൻ ടു, ഇൻ ഡയറക്ഷൻ
ഇൻഡയറക്റ്റ് ഒപ്പോസിഷൻ ടു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സ്റ്റേറ്റ് ഓഫ് അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ ഉറപ്പില്ലാത്ത കാര്യം, അതല്ല. ഇത്രയും കാര്യം ഉണ്ടായിട്ട് അവരെന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തെങ്കിൽ അതെന്താണ്, അൺസർട്ടനിറ്റി ഉള്ള ഒരു കാര്യമല്ല. ഇനി അടുത്ത് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്, അതുമല്ല. ഓക്കെ, ഇൻ കൊളാബറേഷൻ, ആ കാര്യത്തിനെ ഒത്തുതീർപ്പാക്കി കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോയി, മിക്സപ്പ് ചെയ്ത് കൊണ്ടുപോയി, അതുമല്ല. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എതിർക്കുകയാണ് ചെയ്യണത്. ടീത്ത് എന്താ ചെയ്യുന്നത്, എതിർക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുക. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ദാറ്റ് ഹി കൺവിൻസസ് എവരി വൺ. എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പം എന്താണ്, അവൻ എന്തിൻ്റെ ഹെൽപ്പോടെ, ഗിഫ്റ്റ് ഓഫ് ഗ്യാബിൻ്റെ ഹെൽപ്പോട് കൂടി. ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് അതല്ലേ നമ്മുടെ ഇവിടുത്തെ ഇഡിയം എന്ന് പറയുന്നത്. ആ ഗിഫ്റ്റ് ഓഫ് ഗ്യാബിൻ്റെ ഹെൽപ്പോട് കൂടി ആരെ കൺവിൻസ് ചെയ്യും, എല്ലാ പേരെയും കൺവിൻസ് ചെയ്യാൻ പറ്റും. ഈ സെയിൽസ് പേഴ്സണൊക്കെ എന്താണ്, ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ഉള്ളവരാണ്. മാർക്കറ്റിംഗ് ഏജൻസ് ഒക്കെ എന്താണ്, ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ഉള്ളവരാണ്. അവരൊക്കെ എന്ത് ചെയ്യും, ആരെയും കൺവിൻസ് ചെയ്ത് അതിലേക്ക് എന്ത് ചെയ്യും, അടിച്ചു കുത്തനെ വീഴ്ത്തിയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതെന്താണ് പറയണം നമ്മൾ, പവർ ഓഫ് സ്പീച്ച് ആണ് അല്ലെ. അവരുടെ സംസാരം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്ന, ആളുകളെ കയ്യിലെടുക്കുന്നത്. അപ്പോൾ പവർ ഓഫ് സ്പീച്ച് ആണ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇഡിയംസ് വരുന്നത്. ഇനി നമുക്ക് ആന്റോണിയംസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ആന്റോണിയംസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോ വൺ വാണ്ട്സ് ടു പുട്ട് ദിയർ ഫൈനസ്റ്റ് അത്ലറ്റ്സ് അറ്റ് റിസ്ക് ആൻഡ് ദിസ് വുഡ് ജിയോപാർഡൈസ് ലൈവ്സ്. ആന്റോണിയംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഓപ്പോസിറ്റ് വേർഡ്സ് അല്ലേ. ഓപ്പോസിറ്റ് വേർഡ്സ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നോ വൺ വാണ്ട്സ് ടു പുട്ട് ദിയർ ഫൈനസ്റ്റ് അത്ലറ്റ്സ് അറ്റ് റിസ്ക് ആൻഡ് ദിസ് വുഡ് ജിയോപാർഡൈസ് ലൈവ്സ്. എന്താണ് അപ്പോൾ ജിയോപാർഡൈസ് എന്ന് പറഞ്ഞാൽ, എന്താണ് അപ്പോൾ ജിയോപാർഡൈസ് എന്ന് പറഞ്ഞാൽ, ഒരാളെ എന്ത് ചെയ്യുക, ജിയോപാർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ. അപ്പം പറയുന്നത് എന്താ, നോ വൺ വാണ്ട്സ് ടു പുട്ട് ദിയർ ഫൈനസ്റ്റ് അത്ലറ്റ്, ഏറ്റവും മികച്ച അത്ലറ്റിനെ എന്ത് ചെയ്യുക, റിസ്കിലാക്കാൻ ആരും തയ്യാറാവുന്നില്ല. ബിക്കോസ് അവരുടെ ലൈഫ് എന്തായിരിക്കും, ഡേഞ്ചറിലായി പോകും അല്ലേ. എന്തെങ്കിലും ഒരു റിസ്ക് ഘട്ടങ്ങളിൽ അത്ലറ്റ്സിനെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവരെന്ത് പറ്റി പോകും, അവരുടെ റിസ്ക് ഫാക്ടർ കൂടും അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്, എൻഡേഞ്ചേർഡ് ആവും അല്ലേ. എൻഡേഞ്ചേർഡ്, അവരെ ഒരു ഡേഞ്ചറിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. ജിയോപാർഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡേഞ്ചർ എന്നുള്ള മീനിങ് ആണ്. അതിന്റെ യഥാർത്ഥ മീനിങ് എന്താണ്, സിനോണിയം എന്താണ്, ഡേഞ്ചർ എന്നുള്ളതാണ്. ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്നുള്ള മീനിങ് ആണ് ഏതിന് വരുന്നത്, ജിയോപാർഡൈസിന് വരുന്നത്. എൻഡേഞ്ചേർഡ് അനിമൽസ്, എന്താണ്, ഡേഞ്ചറിന്റെ വക്കിൽ നിൽക്കുന്ന അനിമൽസ് അല്ലേ. അപ്പൊ അതും എന്താണ്, ഇതിന്റെ സിനോണിയമാണ്. നമുക്കിവിടെ വേണ്ടത് എന്താണ്, ആന്റോണിയമാണ് അല്ലേ. ജിയോപാർഡൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിനെ ഡേഞ്ചറിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഡേഞ്ചറിന്റെ മീനിങ് ആണ് ജിയോപാർഡൈസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ജിയോ ഒക്കെ ഉപയോഗിക്കുന്ന ജിയോ സിം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജിയോ സിം ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡേഞ്ചറിലാവും അല്ലേ. നമ്മളിപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു സമയത്ത് അത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ, അത് വേണ്ടെന്ന് വയ്ക്കില്ല, എന്നാലും നമ്മൾ ആലോചിക്കുകയാണ് ജിയോപാർഡൈസ്. ജിയോ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡേഞ്ചറിലാവും. അങ്ങനെ ആലോചിച്ച് ജിയോപാർഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേഞ്ചർ ഒന്ന് ആലോചിക്കുക. അപ്പം ഡേഞ്ചർ ആണെങ്കിൽ എൻഡേഞ്ചേർഡും എന്താണ്, ഡേഞ്ചർ എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്ത് മെനസ് എന്ന് ആലോചിക്കുക. നമ്മളെപ്പോഴും ഡേഞ്ചറിലാക്കണ ആരാണ്, നമ്മുടെ മനസ്സാണ് അല്ലേ. മെനസ് എന്ന് ആലോചിക്കുക. മെനൈസ് എന്നാണ് വായിക്കുന്നത്, അതിനെന്തെന്ന് വായിക്കാം, നമുക്ക് മെനസ് എന്ന് ആലോചിക്കാം. അപ്പോൾ മനസ്സാണ് ഡേഞ്ചറിലാക്കണം. അപ്പോൾ അതും എന്താണ്, ഡേഞ്ചർ എന്നാണ് സിനോണിയം വരുന്നത്. അപ്പോൾ ഇത് സിനോണിയമാണ്, ഇത് സിനോണിയമാണ്. ഇനി അടുത്ത് പേരിൽ ഓക്കെ. നമ്മൾ ആരെങ്കിലും പേരറിയാന്നുള്ള ഒരാളെ നമുക്ക് ഡേഞ്ചർ ആവേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എന്താണ് അവിടെ ഒരു പേരില്ലാത്ത ആൾ, പേരില്ല എന്ന് ആലോചിക്കുക. അപ്പോൾ പേരില്ല അപ്പോൾ പേരില്ല എന്ന് ആലോചിക്കുമ്പോൾ അവരെന്താണ്, ഒരു ഡേഞ്ചറിലാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ട. അയാൾ എന്താണ്, ഡേഞ്ചറാണ്. അയാൾ എന്താണ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് എന്ത് തോന്നും, ഡേഞ്ചർ തോന്നും അല്ലേ. ആ ആളടുത്ത് നിൽക്കുമ്പോൾ, നമുക്ക് പേരില്ലാത്ത ഒരാളടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഡേഞ്ചർ തോന്നും. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പം ഈ ഇത്രയും വാക്കുകളും എന്താണ്, ഒരേ മീനിങ് ആണ്. ജിയോപാർഡൈസ്, എൻഡേഞ്ചേർഡ്, മെനൈസ്, പെരിൽ. ഇത്രയും വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഡേഞ്ചർ എന്നാണ്. ഇത്രയും വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഡേഞ്ചർ എന്നാണ്. ഒരു അപകടത്തിലാണ്, റിസ്കിലാണെന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് എന്ത് വരും, ആന്റോണിയം എന്ത് വരും, സേഫ് ഗാർഡ്. നമ്മളെ സേഫ് ആക്കി നിർത്തുക, നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിക്കുക. നമ്മളൊന്ന് എന്ത് ചെയ്യുക, സേഫ് ഗാർഡ് ഇത് ചെയ്ത് വയ്ക്കുന്ന ആൾക്കാരെ, പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുന്ന ആൾക്കാരെ എന്ത് പറയാം നമുക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഇവിടെ ഡേഞ്ചർ ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവുന്നു, ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുണ്ടാവുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ആന്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ജിയോപാർഡൈസിൻ്റെ ആന്റോണിയം ഏതാണ്, സേഫ് ഗാർഡാണ് കേട്ടോ. ജിയോപാർഡൈസിൻ്റെ ആന്റോണിയം എന്താണ്, സേഫ് ഗാർഡാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ ആലോചിച്ച് പഠിക്കുക.
ഇനി അടുത്ത് സോഷ്യൽ ജസ്റ്റിസ് ഹാസ് ബീൻ വൺ ഓഫ് ദ ചെറിഷ്ഡ് ഗോൾസ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ചെറിഷ്ഡ്, നമ്മൾ ചെറിഷ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ എപ്പോഴും കൂടെ വേണമെന്ന് ആലോചിക്കുന്ന ആൾക്കാർ. ചെറിഷിൻ്റെ മീനിങ് അങ്ങനെയല്ലേ, ചെറിഷ് ചെയ്യുക, അവരെ നമുക്ക് കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ആൾക്കാർ. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ചെറിഷ് എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ ജസ്റ്റിസ് ഹാസ് ബീൻ വൺ ഓഫ് ദ ചെറിഷ്ഡ് ഗോൾസ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളവർ വിശ്വസിച്ച് എന്താണ്, സോഷ്യൽ ജസ്റ്റിസ് ആണ് ഏറ്റവും വലിയ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ ചെറിഷ് ചെയ്ത് വെക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്തത് നമ്മുടെ മേക്കേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തവർ അതാണ് അവർ എന്ത് ചെയ്തത്, സോഷ്യൽ ജസ്റ്റിസിനെയാണ് ഒരു ചെറിഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചെറിഷിൻ്റെ ആന്റോണിയം എന്താണ്? ചെറിഷിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ. ആന്റോണിയംസ് എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ചെറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാല്യൂ ചെയ്യുക. ഒരു സാധനത്തിന് നമുക്ക് വേണം, പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്ന എന്താണ് ശരിക്കും പറഞ്ഞാൽ വാല്യൂ ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലേ. നമ്മൾ വാല്യൂ ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ട്രഷർ ചെയ്യുന്ന സാധനങ്ങൾ. ട്രഷർ എന്ന് പറഞ്ഞാൽ ട്രഷർ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ ട്രഷർ ഹണ്ട് എന്നൊക്കെ പറയാറില്ല. അപ്പം അത് വേണമെന്നുള്ള ഒരു സാധനമാണ്. നമ്മൾ വേണമെന്നുള്ള ഒരു സാധനത്തിന് എപ്പോഴും എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും, ട്രഷേർഡ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വാല്യൂ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റെലിഷ് ചെയ്യും. റെലിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെലിഷ് ചെയ്യുക, അതും എന്ത് ചെയ്യുകയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും വാക്കുകൾ എന്താണ്, ചെറിഷ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ റെലിഷ് ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ ട്രഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കീപ്പപ്പ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചെറിഷ് ചെയ്യുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരുവാടാ, ഡിസ്പൈസ്ഡ് അല്ലേ. എന്താണ് ഡിസ്പൈസ്? ഡിസ്പൈസ് ചെയ്യുക, വേണ്ടെന്ന് വെക്കുക, വേണ്ട, ഡിസ്പൈസ് ചെയ്തു, എനിക്ക് നിന്നെ ഇനി വേണ്ട, ഡിസ്പൈസിങ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് കേട്ടോ. ഡിസ്പൈസ്ഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഹേറ്റ് ചെയ്യുക. എന്ത് പറയാം നമുക്ക്, ഡിസ്പൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഹേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറയാം, ഡിസ്ഡെയിൻ. ഈ ശരിക്കും പറഞ്ഞാൽ ഡിസ് ഇങ്ങനത്തെ മീനിങ് ഒക്കെ ആദ്യം വന്നാൽ അതെന്താണ്, നെഗറ്റീവ് വേർഡാണെന്ന് ആലോചിക്കുക, ഡിസ്അഡ്വാൻറ്റേജ് പോലെ. ഓക്കെ, അപ്പോൾ ആ ഡിസ് ഒക്കെ ആദ്യം വന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പം ഡിസ്പൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഹേറ്റ് ചെയ്യുക, ഒരാളെ വെറുക്കുക, വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഡിസ്ഡെയിൻ ചെയ്യുക, ഭയങ്കരമായിട്ട് റിവെഞ്ച്ഫുൾ ആയിട്ട് വെറുക്കുക, ആ ഒരു മീനിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ഡെയിൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്പൈസ്, ഹേറ്റിലൊക്കെ വരുന്നത് കേട്ടോ. അൺവർത്തി ആയിട്ട് തോന്നുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരുവാടാ, ചെറിഷ്ഡിന്റെ ആന്റോണിയം ഏതാണ്? ആന്റോണിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്, ഡിസ്പൈസ്, വേണ്ടെന്ന് വെക്കുക. ഇതെന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതെന്ത് ചെയ്യുക, ഹേറ്റ് ചെയ്യുക. ഓക്കെ, ചെറിഷ് ചെയ്യുക, ലവ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം നമുക്ക്. ഇനി അടുത്ത, ദ ബുക്ക് ഡിസ്കസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ വേ ഓഫ് റണ്ണിങ് എ ഹോം. മോസ്റ്റ് എക്കണോമിക്കൽ വേ ഓഫ് റണ്ണിങ് എ ഹോം. എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, എക്കണോമിക്കൽ, ദ ബുക്ക് ഡിസ്കസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ. ഒരു ബുക്ക് പറയുന്ന എന്താണ്, ഒരു റണ്ണിങ് എ ഹോം എന്ന് പറഞ്ഞാൽ വീടിനെ കൊണ്ട് റൺ ചെയ്യാന്നല്ല. റണ്ണിങ് എ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുടുംബം നേരെ നടന്നു പോകാൻ അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, നേരെ ഒരു രീതിയിൽ, ഒരു ചിട്ടയായ രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു എന്ത് വരണം, കറക്റ്റ് എക്കണോമിക്കൽ വേ ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കണം. കറക്റ്റ് ഒരു രീതിയിൽ മണി യൂസ് ചെയ്യാൻ അറിയണം. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, എക്കണോമി, സാമ്പത്തിക ശാസ്ത്രം എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പൊ സാമ്പത്തികം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണം. അപ്പൊ എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡിനറി ആയിട്ട്, അതെന്ന് വെച്ചാൽ ആവശ്യത്തിന് പൈസ ഉപയോഗിക്കുക, അനാവശ്യത്തിന് ദൂർത്തടിക്കാണ്ട് ആവശ്യത്തിന് പൈസ ഉപയോഗിച്ച് പോവുക. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ബിസിനസ് ക്ലാസ് ഉണ്ട്, എക്കണോമിക്കൽ ക്ലാസ് ഉണ്ട് അല്ലേ. ബിസിനസ് ക്ലാസ് ഉണ്ട്, എക്കണോമിക്കൽ ക്ലാസ് ഉണ്ട്. എക്കണോമിക്കൽ ക്ലാസ് എന്താ, നോർമൽ, നമ്മളെല്ലാം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പോലെ എന്താ അത്രയും ഓർഡിനറി പീപ്പിൾസ് പോകുന്നത് എക്കണോമിക്കൽ ക്ലാസ് അല്ലേ. അതിനേക്കാളും കൂടിയ ആൾക്കാർ, ലക്ഷറീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ആൾക്കാർ പോകുന്നത് എന്താണ്, ബിസിനസ് ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് ഇങ്ങനെ നമ്മളൊരു കൺവേർഷൻ ആലോചിക്കുമ്പോൾ എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യത്തിന് പൈസ ഉപയോഗിച്ച് ചെലവഴിച്ച് അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം. ഓക്കെ, അനാവശ്യത്തിന് സ്പെൻഡ് ചെയ്യാണ്ട് ആവശ്യത്തിനുള്ള പൈസ അതുപോലെ ഉപയോഗിച്ച് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എടാ, എക്കണോമിക്കലിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യത്തിന് മാത്രം കെയർഫുള്ളി മണി യൂസ് ചെയ്യുന്ന ആളെയാണ് കെയർഫുള്ളി മാത്രം പൈസ ഉപയോഗിക്കുന്ന, കെയർഫുള്ളി മാത്രം യൂസിങ് മണിയാണ്, കെയർഫുള്ളി യൂസിങ് മണിയാണ് ആരെന്ന് പറയുന്നത്, ഫ്രൂഗൽ. ഓക്കെ, ഫ്രൂഗലിന്റെ അർത്ഥം എന്താണ്, അപ്പൊ കെയർഫുൾ ആയിട്ട് അവരെന്ത് ചെയ്യത്തുള്ളൂ, പൈസ യൂസ് ചെയ്യത്തുള്ളൂ. ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കെയർഫുള്ളി മാത്രമേ പൈസ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതെന്തിന് ഈക്വേറ്റ് ആണ്, ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്കലിന് ഈക്വേറ്റഡ് ആണ് അല്ലേ.
എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ പൈസ ആവശ്യത്തിന് ചിലവാക്കൂ. ഇവിടെ എന്താണ്? കെയർഫുൾ ആയിട്ടേ ചിലവാക്കൂ, ഫ്രൂഗൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇൻഎക്സ്പെൻസീവ് ആണ്. ഇൻഎക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ഒന്നും വാരി കൂട്ടാണ്ട് എന്ത് ചെയ്യുക, അനാവശ്യത്തിന് ചിലവൊന്നും വാരി കൂട്ടാണ്ട് ഒരുപാട് പൈസ ഇങ്ങനെ ചിലവഴിച്ച് കഴിയാണ്ട് എന്ത് ചെയ്യുക, ഇൻഎക്സ്പെൻസീവ് ആയിട്ട്, ആവശ്യത്തിന് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു മീനിങ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സ്ട്രാവഗന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യം എന്ത് ചെയ്യുക, ഭയങ്കര പോഷയായിട്ട് നടക്കുക അല്ലെ, എക്സ്ട്രാവഗൻസി, ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട്, എല്ലാ കാര്യത്തിനും എക്സ്ട്രാവഗന്റ് ആയിട്ട് അല്ലേ, അങ്ങനെ ഒരു രീതിക്ക് ഉള്ള ഒരു നേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രാവഗന്റ്, ലക്ഷൂറിയസ് ആയിട്ട്, വെൽത്തി ആയിട്ട്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, സംപ്റ്റുവസ് ആയിട്ട് നമ്മൾ പൈസയൊക്കെ ഉള്ളത് കാണിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, എക്സ്ട്രാവഗൻസ് കാണിക്കുക. ഇത് ചീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ ചീപ്പായിട്ടുള്ള, ഒട്ടും പൈസ യൂസ് ചെയ്യുന്നില്ല, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചത് എക്കണോമിക്കൽ ക്ലാസ് ആണ്. എക്കണോമിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോ ലെവലിൽ പൈസ എന്താണ്, ഓർഡിനറി ആയിട്ട് പൈസ ഇങ്ങനെ യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരും? തീരെ എന്താണ്, എക്സ്ട്രാ വാഗന്റ് അല്ലേ, പൈസ അനാവശ്യത്തിന് ചിലവാക്കുക. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രാ വഗൻസി കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്കലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രാ വഗൻസി ആണ് കേട്ടോ, എക്സ്ട്രാ വഗന്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക്കലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്ട്രാ വഗന്റ് ആണ് കേട്ടോ. ഓപ്പോസിറ്റ് വേർഡ് എക്സ്ട്രാ വഗന്റ് ആണ്. ആ ഒരു കാര്യം ആലോചിക്കുക. ഇനി അടുത്ത്, അവർ പ്രൊഫസർ ഈസ് ആസ് അഫബിൾ ആൻഡ് ലൊക്കേഷ്യസ് ആസ് എനി ഗുഡ് പൊളിറ്റീഷ്യൻ. നമ്മുടെ പ്രൊഫസർ എന്താണ്? ആസ് അഫബിൾ. അഫബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഫബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ഫ്രണ്ട്ലി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അഫബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി എന്നുള്ളൊരു മീനിങ് ആണ്. ഭയങ്കര സൗഹൃദം, എല്ലാവരുമായിട്ട് ഭയങ്കര കളിച്ച് ചിരിച്ച് നല്ല രീതിക്ക് പെരുമാറുന്ന ആളെന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ പ്രൊഫസർ ഈസ് ആസ് എഫബിൾ ആൻഡ് ലൊക്കേഷ്യസ്. ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നത്. ലൊക്കേഷ്യസ് ആയിട്ടുള്ള ആൾ, ലൊക്കേഷ്യസ് ആയിട്ടുള്ള ആളിനെ എന്താ പറയുക നമ്മൾ? ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? എപ്പോഴും എന്തായിരിക്കും അവിടെ? ലൊക്കേഷ്യസ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ഒരു ലൊക്കേഷനും നോക്കാണ്ട് എന്ത് ചെയ്യുക? സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ടോക്കറ്റീവ് എന്ന് നമ്മൾ പറയും. എന്ത് പറയും? ടോക്കറ്റീവ് ആയിട്ടുള്ളവർ, ഭയങ്കരമായിട്ട് സംസാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കിംഗ്, മറ്റേ ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് സ്പീക്ക് ചെയ്യാൻ കഴിവുള്ളവർ, റൈറ്റിംഗ് സ്കിൽസ് ഉള്ളവർ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൊക്കേഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലൊക്കേഷ്യസിന്റെ മീനിങ് എന്താണ്? ഭയങ്കരമായിട്ടും ടോക്കറ്റീവ് ആയിട്ടുള്ള, ടോക്കറ്റീവ് ആയിട്ടുള്ള ചാറ്റിംഗ് ചെയ്യുന്ന, ചാറ്ററിങ് ഉള്ള ആൾ, ചാറ്റേർഡ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് സംസാരപ്രിയരായ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൊക്കേഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഒരു ഗുഡ് പൊളിറ്റീഷ്യനെ പോലെ തന്നെ ആൾ എന്താണ്? ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി. അഫബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്ലി. അതും ആലോചിക്കണം കേട്ടോ. ഫ്രണ്ട്ലി, അഫബിൾ, നമുക്ക് അഫോർഡ് ചെയ്യാൻ, എന്ന് വെച്ചാൽ നമുക്കൊരു അഫെക്ഷൻ കാണിക്കാൻ തോന്നുന്ന ആൾ, അഫെക്ഷൻ. അഫബിൾ, അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സ്നേഹം കാണിക്കാൻ തോന്നുന്ന ആൾ, അഫെക്ഷൻ തോന്നുന്ന ആൾക്കാർ അല്ലെ, സ്നേഹം കാണിക്കാൻ തോന്നുന്ന ആൾക്കാർ. അല്ലെങ്കിൽ അഫബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, അമേബിൾ ആയിട്ടുള്ള ആൾക്കാർ. അമേബിൾ, നമുക്ക് എപ്പോഴും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു രീതിക്ക് പറഞ്ഞത്. അഫബിൾ ആൻഡ് ലൊക്കേഷ്യസ്. ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോക്കറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര ചാറ്ററി ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോക്കറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഫ്രണ്ട്ലി ആയിട്ടുള്ളവരും അതുപോലെ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ളവരും എന്നാണ് നമ്മൾ എന്തിനാ പറയുന്നത്? ഈ പ്രൊഫസറിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് നമുക്ക് വേണ്ടത്. ഒട്ടും സംസാരിക്കാത്ത ആൾ ആരായിരിക്കും? എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന ആളെ നമ്മൾ ലൊക്കേഷ്യസ് എന്ന് പറയാം. അതേസമയം വെർബോസ് എന്ന് പറഞ്ഞാലും എന്താണ്? ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, വെർബോസ്, ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അറിയാന്നുള്ള ആൾ. ബോസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ പേരെടുത്തും സംസാരിക്കണം. ബോസാണ്, ഒരു കമ്പനിയിലെ ബോസ് ആണെന്ന് ആലോചിക്കുക. വെർബോസ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ പേരെടുത്തും സംസാരിക്കാൻ കഴിവുള്ളത്. അപ്പോൾ എന്താണ്? അത് സിനോണിയമാണ്. ലൊക്കേഷ്യസിന്റെ സിനോണിയം, സെയിം വേർഡാണ്. സംസാരിക്കാൻ പ്രിയമുള്ളവർ. ഇനി അടുത്ത റിസർവ്ഡ് ആണ്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കാൻ അറിയാമെങ്കിലും എന്ത് ചെയ്യും? ആരെ കാണുമെങ്കിലും സംസാരിക്കത്തില്ല. ഭയങ്കര റിസർവ്ഡ് നേച്ചറാണ്. ഞാൻ ഒരിടത്തും പോയി സംസാരിക്കില്ല, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവരല്ലേ, ഇൻട്രോവേർട്ടഡ് പോലെ റിസർവ്ഡ് ആയിട്ടിരിക്കുക. എനിക്കിവിടെ ഇപ്പോൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അത് പ്രയാസമാണെന്നുള്ള രീതിയിൽ പറയുന്നവരെ നമുക്ക് എന്ത് പറയാം? റിസർവ്ഡ് എന്ന് പറയാം. അതാണ് ശരിക്കും പറഞ്ഞാൽ റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. സംസാരിക്കാൻ കഴിവുള്ള ആളെ ലൊക്കേഷ്യസ് എന്നും, സംസാരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടാത്ത ആളെ എന്തും പറയാം, നമുക്ക് റിസർവ്ഡ് എന്നും പറയാം. ഇനി അടുത്ത് ക്വൈസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വൈസന്റ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ആയിട്ടിരിക്കുക, ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക എന്നാണ് കേട്ടോ. ഇനാക്റ്റീവ്, ആള് സംസാരിക്കും പക്ഷെ ഇപ്പൊ എന്താണ്? ആളുടെ മൂഡൊന്ന് ക്വൈസന്റ് ആണ്. ക്വൈസന്റ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ഇനാക്റ്റീവ് ആണ് എന്ന രീതിയിൽ ഇരിക്കുന്നത്. ഓക്കെ,
അപ്പം പിത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പിത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ, ഭയങ്കരമായിട്ടും സംസാരിക്കുക, ഇമോഷണൽ ആകുമ്പോൾ ഭയങ്കര സെന്റിമെന്റലായിട്ട് സംസാരിക്കുക. പിത്തി. ഓക്കെ, പിത്തി എന്ന് പറയുന്ന ആളെന്താണ്? ഭയങ്കര ചാറ്ററി ആണെന്നുള്ള മീനിങ് തന്നെ ആലോചിച്ചോ. ചാറ്ററി, ഭയങ്കരമായിട്ടും ചാറ്റർ ചെയ്യുന്ന ആള്. ഓക്കെ, ചാറ്റർ ചെയ്യുന്ന ആളെന്ന് തന്നെ ആലോചിക്കുക, പിത്തി. ഓക്കെ, അടുത്തപ്പോൾ കൊയ്സൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇനേർട്ട് ആയിട്ടിരിക്കുക. നമ്മൾ ഇനേർട്ട് ഗ്യാസസ് ഒക്കെ പറയുന്ന പോലെ, നോബിൾ ഗ്യാസസ്, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഇല്ലാണ്ട് ഒരിടത്ത് ചുമ്മാ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അവർ അവർ പൊതുവെ എന്താണ്? അവരെന്ത് ചെയ്യുക? മിണ്ടാണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യും? തോന്നും. പക്ഷെ ഇതെന്താണ്? സംസാരിക്കാൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നു? റിസർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരിക്കാൻ ചെറിയ എന്ത് ചെയ്യുന്നു? ബുദ്ധിമുട്ടുള്ളവരെയാണ്, അല്ലേ? ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്ന? റിസർവ്ഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? കറക്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ്? റിസർവ്ഡ് ആണ് കേട്ടോ, റിസർവ്ഡ് ആണ്. ലൊക്കേഷ്യസിൻ്റെ ആന്റോണിയമായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? റിസർവ്ഡ് ആണ്. ക്വൈറ്റ്സെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അവരെപ്പോഴെങ്കിലും ആക്റ്റീവായാൽ അവർ സംസാരിക്കും. ആ ഒരു മീനിങ് ആണ് കേട്ടോ, ആ ഒരു രീതിക്കാണ് പറയുന്നത്. റിസർവ്ഡ് അല്ലെങ്കിൽ റെറ്റിസെന്റ് എന്നും പറയാം. റെറ്റിസെന്റ് കേട്ടോ. ലൊക്കേഷൻസിന് ഓപ്പോസിറ്റ് റിസർവ്ഡ്, റെറ്റിസെന്റ്. റാറ്റിനെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്. റെറ്റിസെന്റ്. അപ്പോൾ എന്താണ്? റാറ്റിസെന്റ് എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ റേറ്റിനെ പോലെ ഒളിച്ചിരിക്കുന്നവർ എന്താണ്? ഭയങ്കര റിസർവ്ഡ് ആണെന്ന് എന്ത് ചെയ്യുക? ആലോചിക്കുക. ഒരു മീനിങ്ങിൽ ആ ഒരു രീതിയിൽ ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് ഹി ഹാസ് ബീൻ വെരി അസിഡുവസ് ഇൻ ഹിസ് റിസർച്ച്. അയാളുടെ റിസർച്ചിൽ അയാൾ ഭയങ്കര അസിഡുവസ് ആണ്. അസിഡുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ടും വർക്ക് ചെയ്യുന്ന ആളാണ്. അസിഡുവസ്, ഭയങ്കരമായിട്ടും ശരീരം ഇളകി വർക്ക് ചെയ്യുന്ന ആൾ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് വർക്കിംഗ്. വേണമെന്ന് വിചാരിച്ച് വർക്ക് ചെയ്യുന്നവർ, വേണമെന്ന് വിചാരിച്ച് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ അസിഡുവസ്, അല്ലെങ്കിൽ എന്ത് പറയാം? ലബോറിയസ്. ലേബർ വർക്കുകൾ ഉണ്ടല്ലോ, അവരൊക്കെ എന്താണ്? ഭയങ്കരമായിട്ടും വർക്ക് ചെയ്യുന്നവരാണ്, അല്ലേ? ഭയങ്കര ഡിലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഡിലിജൻ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഭയങ്കരമായിട്ടും എന്താണ്? എനർജി കൊടുത്ത് വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് പറയുന്നത്? അസിഡുവസ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? അസിഡുവസ് എന്ന് പറയുന്നത് കേട്ടോ, അസിഡുവസ് എന്ന് പറയുന്ന. ഇനി അടുത്ത് ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എന്താണ്? ഭയങ്കരമായിട്ടും എന്ത് ചെയ്യുന്ന? വർക്ക് ചെയ്യുന്നവരാണ്. അതും എന്താണ്? അപ്പോൾ ഇതിൻ്റെ സിനോണിയമാണ്. ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ചെയ്യുന്നവരാണ്. മെറ്റിക്യുലസ് എന്ന് പറഞ്ഞാലും എന്താണ്? മെറ്റിക്യുലസ് നമ്മളെ മെറ്റ എന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ ഉള്ള മെറ്റ പറയുന്നുണ്ടല്ലോ, മെറ്റ. അപ്പോൾ അത് തന്നെ ആലോചിക്കുക. അതെന്താണ്? എല്ലാ കാര്യത്തിനും റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി കണക്കിന് നിൽക്കുന്ന ആളാണ്, അല്ലേ നമ്മുടെ മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് എന്ത് കാര്യത്തിനും ഒരു ആൻസറും കൊണ്ട് ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന, ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളിനെയാണ് മെറ്റിക്യുലസ് എന്ന് പറയുന്നത്. അപ്പം മെറ്റിക്യുലസ്, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയസ്, ഡിലിജൻറ്റ്, ഇതെല്ലാം പറയുന്നത് എന്താണ്? ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും ആക്റ്റീവായിട്ട് എനർജറ്റൈസ്ഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്രയും വേർഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അസിഡുവസ്, മെറ്റിക്യുലസ്, ഇൻഡസ്ട്രിയസ്, ഡിലിജൻറ്റ്, ഹാർഡ് വർക്കിംഗ്, ലബോറിയസ് കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ അത്ര എന്താണ്? അതിൻ്റെ സിനോണിയമാണ്, സിനോണിയം. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിയം എന്തായിരിക്കും എടാ? അസിഡുവസിൻ്റെ ആൻറ്റോണിയമാണ് ഇൻഡോളൻ്റ്. എന്താ ഇൻഡോളൻ്റ്? ഇൻസൈഡ് ഒരു ഡോളിനെ പോലെ ഇരിക്കുക. എന്ന് പറഞ്ഞാൽ ലേസി ആയിട്ടിരിക്കുക, സ്ലഗ്ഗിഷ് ആയിട്ടിരിക്കുക, ഒരു സ്ലോത്തിനെ പോലെ. സ്ലോത്തിൻ്റെ ബിയറിന് അറിഞ്ഞൂടെ? അതിനെ പോലെ ഇരിക്കുക. അപ്പോൾ ഇതെന്താണ്? സ്ലഗ്ഗിഷ് ആയിട്ടിരിക്കുക, സ്ലോത്ത് പോലെ ഇരിക്കുക, ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക, ക്വൈറ്റ് ആയിട്ടിരിക്കുക, ഐഡിൽ ആയിട്ടിരിക്കുക. ആൻഡ് ഐഡിൽ മൈൻഡ് ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ്. ഒരു ഉപയോഗവും ഇല്ലാണ്ട് ചുമ്മാ ഇരിക്കുന്ന ബ്രെയിനാണ്, അല്ലെങ്കിൽ മൈൻഡാണ് എന്തെന്ന് പറയുന്നത്? ഡെവിലിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ചുമ്മാ ഇരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടും, അങ്ങനെ ആ ഒരു രീതിക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡോളൻ്റ്, ഇൻസൈഡ് ഡോളിനെ പോലെ ഇരിക്കുക. ഡോളെന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രയോജനമില്ല, ചുമ്മാ ഇരിക്കുന്ന ആളാണ്, അല്ലേ? ഡോളിനെ പോലെ, ഡോൾ, അങ്ങനെ ആലോചിക്കുക. ഇൻഡോളൻ്റ് അതെന്താണ്? അപ്പം ഡോളിനെ പോലെ ഇരിക്കുന്നവരെന്താണ്? ലേസി ആണ്, അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് ആണ്, ഒരു ഇനാക്റ്റീവ് ആണ്, ഐഡിലാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ആലോചിക്കുക. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുക. പിന്നെ ആൻസർ എന്താണ്? അസിഡുവസിൻ്റെ ആൻസർ ഇൻഡോളൻ്റ് ആണ് കേട്ടോ, ഇൻഡോളൻ്റ് ആണ്.
ഇനി അടുത്ത സിനോണിയംസ്, 5 ആന്റോണിയംസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സിനോണിയംസ് ആന്റോണിയംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എന്താണ്, നമുക്ക് സിനോണിയംസ് ആണ് നോക്കേണ്ടത്. സിനോണിയംസ് ആണ് നോക്കേണ്ടത്. ഓക്കെ ഓക്കെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നിഹിലേഷൻ. സിനോണിയംസിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട അന്നിഹിലേഷൻ. എപ്പോഴും പഠിക്കുമ്പോൾ അതിൻ്റെ 2-3 വേർഡ്സും കൂടെ എക്സ്ട്രാ നോക്കി പഠിക്കുക സിനോണിയംസിൻ്റെ. കാരണം നമ്മൾ പഠിക്കുന്ന വേർഡ് തന്നെ വരണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ നിങ്ങൾ കുറേ വേർഡ്സ് അതിനെ ചുറ്റിപ്പറ്റി എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആ ഒരു രീതിയും കൂടെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അന്നിഹിലേഷൻ. എന്താണ് അന്നിഹിലേഷൻ? അന്നിഹിലേറ്റ് ചെയ്യുക. അന്നിഹിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യുക. എന്താണ്, ഒരു സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യുക, ഇല്ലാണ്ടാക്കുക. അന്നിഹിലേറ്റ് ചെയ്യും, ആ ഒരു ഏരിയ മൊത്തത്തിൽ അന്നിഹിലേറ്റ് ചെയ്യും. ഓക്കെ, അന്നിഹിലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രോയ് ചെയ്യുക, കംപ്ലീറ്റ്ലി അവിടെയൊക്കെ തരിശുഭൂമിയാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഇല്ലാണ്ടാക്കുക, എന്ത് ചെയ്യുക, അടിച്ച് കമത്തുക, ഡിമോളിഷൻ ചെയ്യുക. അല്ലേ, നമ്മൾ ഈ ഇൻഡസ്ട്രീസ് ഒക്കെ കെട്ടി പൊക്കിയിട്ട് അതിനെന്ത് ചെയ്യുക, വേണ്ടെന്ന് വയ്ക്കുക, അടിച്ച് താക്കാൻ പറയാറില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഡിമോളിഷ് ചെയ്യുക. അല്ലേ, കെട്ടിപ്പൊക്കിയ സാധനത്തിനെ ഡിമോളിഷ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഡി എന്ന് പറഞ്ഞൊരു വേർഡ് വന്നാൽ ഇല്ലാണ്ടാക്കുക. ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഇല്ലാണ്ടാക്കുക. ഡിസ്ട്രോയ് ചെയ്യുക, ഡിമോളിഷൻ ചെയ്യുക, റൂയിൻ ചെയ്യുക, ഇല്ലാണ്ടാക്കുക. റൂയിൻ ചെയ്യുക. ഇറാഡിക്കേഷൻ മൊത്തത്തിൽ അതിനെ കടത്തിക്കളയുക, ഇറാഡിക്കേറ്റ് ചെയ്യുക. പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയാറില്ലേ, എന്ന് പറഞ്ഞാൽ എന്താ, പോവർട്ടി മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാക്കുക. അപ്പോൾ ഇതെന്താണ്, അന്നിഹിലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അന്നിഹിലേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി അവിടെ എന്ത് ചെയ്യുക, ഇല്ലാണ്ടാക്കുക, റൂയിൻ ചെയ്യുക, സ്പോയിൽ ചെയ്യുക, ഡിസ്പോയിൽ ചെയ്യുക, അത് കഴിഞ്ഞ് ഡിസ്ട്രോയ് ചെയ്യുക, ഡിമോളിഷൻ ചെയ്യുക, ഇറാഡിക്കേഷൻ ചെയ്യുക. ഇങ്ങനെ കുറേ വേർഡ്സ് അതിനെപ്പറ്റി എന്ത് ചെയ്യുക, വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചും കൂടെ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഓരോ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതേ വേർഡിൻ്റെ വേറൊരു മീനിങ് ഒക്കെ കിട്ടുന്നെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, ഇതിൽ കൂടെ ആഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എപ്പോഴും സിനോണിംസിനും ആന്റോണിംസിനൊക്കെ ഒരു ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കരുതണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഡെയിലി ഒരു 5 വേർഡ് വെച്ച് പഠിച്ച് പോയാലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഇമ്പ്രൂവ് ആവുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ബാഫിൾമെൻ്റ് ആണ് അടുത്ത വേർഡ്. ബാഫിൾ ചെയ്യുക, ആ ഒരു രീതിയാണ്. ബാഫിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ ഇല്ല. ബാഫിൾ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു, പരിഭ്രാന്തരായെന്നൊക്കെ പറയാറില്ലേ, പെട്ടെന്ന് നമ്മളൊന്ന് ഷോക്ക്ഡ് ആയി അല്ലെങ്കിൽ നെർവസ് ആയി എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ബാഫിൾ ചെയ്യുക, ബാഫിൾ. അപ്പോൾ എന്താണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് കോംപ്ലക്സ്. നമ്മൾ പൊതുവേ ഒരു സിമ്പിളായിട്ടൊരു കാര്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കോംപ്ലക്സ് ആയിട്ട് അതിനെ കണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിനെ ഒന്ന് ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു വളഞ്ഞു പൊളിഞ്ഞൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ, ഇല്ല. അപ്പോൾ അത് കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും, ബാഫിൾഡ് ആവും. നമ്മൾ നോർമലി ഒരു കാര്യം നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ എന്ത് പറയും, അയ്യോ എനിക്കിത് കൺഫ്യൂഷനാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി തൊട്ട് എന്ത് പറയണം, ബാഫിൾഡായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ബാഫിൾമെൻ്റ് ആണ് എനിക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ആലോചിക്കുക. ബാഫിൾമെൻ്റ് ആണ് കൺഫ്യൂഷൻ, കോംപ്ലക്സ്, പെർപ്ലക്സ്. ഓക്കെ, ആ ഒരു വേർഡിൻ്റെ ആ ഒരു ഇത് ആലോചിക്കുക. കോംപ്ലക്സ്, പെർപ്ലക്സ്, കൺഫ്യൂസ്, ബിവിൽഡേഡ്. ഇത്രയും വേർഡ്സ് നിങ്ങൾ അങ്ങ് പഠിക്കണം. നമ്മൾ ബാഫിൾമെന്റ് വന്നു കഴിഞ്ഞാൽ എന്തായി, കൺഫ്യൂഷൻ ഉണ്ടായി. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്, കോംപ്ലക്സ് ആയതുകൊണ്ടാണ്. അത് കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ പെർപ്ലക്സ് ആലോചിക്കണം. പെർപ്ലക്സ് ആലോചിക്കണം. അത് കഴിഞ്ഞ് എന്തോ ആലോചിക്കണം, ബിവിൽഡേഡ് കൂടെ എന്ത് ചെയ്യണം, അതിൻ്റെ ഒപ്പം ആലോചിച്ച് വെക്കണം. ബിവിൽഡേഡ് പെട്ടെന്ന് ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ എന്താണ്, ഷോക്ക്ഡ് ആയി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വേർഡ്സും നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുക. ഇനി അടുത്ത പെരിലസ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, പെരിൽ എന്ന് പറഞ്ഞ മീനിങ്, പേരില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നണം, ഡേഞ്ചർ തോന്നണം അല്ലേ. പേരില്ലാത്ത ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നണം, ഡേഞ്ചർ തോന്നണം. അപ്പോൾ പെരിലസ് എന്താണെന്ന് ആലോചിക്കണം, ഡേഞ്ചറസ് ആണെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ എന്താലോചിക്കണം, ഹസാഡസ്. എന്താലോചിക്കണം, ഹസാഡസ് ആണ്. അല്ലെങ്കിൽ എന്താലോചിക്കണം, റിസ്കി ആണെന്ന് ആലോചിക്കണം. എന്താണെന്ന് ആലോചിക്കണം, റിസ്കി. അപ്പം നമ്മൾ പെരിലസ് എന്ന് ആലോചിക്കുമ്പോൾ പെരിലസ് എന്താണ്, ഡേഞ്ചറസ് ആണ്, ഹസാഡസ് ആണ്, അതുപോലെ തന്നെ റിസ്കി ആണെന്ന് ആലോചിക്കുക. ഓക്കെ, പെരിലസ്. ഇനി അടുത്ത് ഇംപീറ്റസ്. പെരിലസ് അപ്പം നമ്മൾ പറഞ്ഞു ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യം. ഇനി അടുത്ത് ഇംപീറ്റസ്. ഇംപെറ്റ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയ ഒരാളെ ഇംപെറ്റ് ചെയ്യുക. ഇംപെറ്റസ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയ ഒരാളെ പെറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ?
ഇംപെറ്റസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ പെറ്റ് ചെയ്യുക. പെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പെറ്റ് അനിമൽസിനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ പെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് കെയർ കൊടുത്ത് വളർത്തുക, പെറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാരെ കുറച്ചും കൂടെ പെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള മീനിങ് ആണ്. ഇംപെറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, മോട്ടിവേഷൻ കൊടുക്കുക, കുറച്ചുകൂടെ മോട്ടിവേഷൻ കൊടുക്കുക, ഒരു മൊമെൻറ്റം പുഷ് കൊടുക്കുക. അതായത് അവരെ ഒന്നും കൂടെ പെറ്റ് ചെയ്താൽ മാത്രമേ, ഇമ്പോർട്ടൻ്റ് ആൾക്കാരെ ഇംപെറ്റ് ചെയ്താൽ മാത്രമേ, ഇമ്പോർട്ടൻ്റ് പെറ്റ് ചെയ്യുക, ഇംപെറ്റസ്, പെറ്റസ് എന്നുള്ള മീനിങ് ആണ്. പെറ്റ് ചെയ്യുക, പെറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് എന്തുണ്ടു, ആ ഒരു ഡ്രൈവ് ആൻഡ് ഫോഴ്സ് ഉള്ളൂ, എനിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ശക്തിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചിങ്ങനെ ഉന്നതിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്താലല്ലേ, ഇംപെറ്റസ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു എന്ത് വരത്തുള്ളൂ, ആ ഒരു എനർജി ഉണ്ടാവത്തുള്ളൂ. ആ ഒരു മീനിങ് ആണ് കേട്ടോ ഇംപെറ്റസ് എന്ന് പറഞ്ഞാൽ. അപ്പം മോട്ടിവേഷൻ കൊടുക്കുക, മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് കൊടുക്കുക, അങ്ങനെ ഒരു തള്ളു കൊടുക്കുക എന്ന് പറയില്ല, നമ്മളൊരു പുഷ് കൊടുക്കുക, എന്നാൽ മാത്രമേ ആൾക്ക് പഠിക്കാനുള്ള ഒരു രീതി വഴി ഇങ്ങനെ ഒരു ഇത് കിട്ടത്തുള്ളൂ, ആ ഒരു എനർജൈസിങ് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഇംപെറ്റസ്. പെറ്റ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഒപ്പുലൻസ്, അടുത്ത വേർഡ് ഒപ്പുലൻസ്. ഒപ്പുലൻസ്. അപ്പോൾ ഒപ്പുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ഒപ്പിടാൻ പറ്റുന്ന ആൾക്കാർ. ഒപ്പുലൻസ്, എപ്പോഴും ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ചുമ്മാരുന്ന് ഒപ്പിടുന്ന ആൾക്കാരല്ല, ചെക്കിലൊക്കെ എപ്പോഴും ഒപ്പിട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഒപ്പുലൻസ്, നമ്മുടെ ചെക്കൊക്കെ മാറണമെങ്കിൽ അവരെന്തായിരിക്കണം, അത്യാവശ്യം ക്യാഷ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഒപ്പ് ലക്ഷൂറിയസ് ആണെന്ന് ആലോചിക്കുക, ലക്ഷൂറിയസ്, പൈസക്കാർക്ക് മാത്രം എപ്പോഴും എന്ത് ചെയ്യുക, ചെക്കിൽ ഒപ്പിട്ട് പോകുന്നു. അപ്പോൾ ഒപ്പുലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒപ്പുലൻ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ആണ്, അല്ലെങ്കിൽ എന്താണ് അഫ്ലുവൻ്റ്. അഫ്ലുവൻറ്റിൻ്റെ അർത്ഥം എന്താണ്, വെൽത്തി, പൈസക്കാർ, ഭയങ്കരമായിട്ട് റിച്ച് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ അഫ്ലുവൻ്റ്. വെൽത്തി എന്ന് പറയാണ്ട് ഇനി തൊട്ട് എന്ത് പറയണം, അഫ്ലുവൻ്റ് ആണ്, എല്ലാ രീതിക്കും അവരെന്താണ്, ഫ്ലുവൻ്റ് ആണ്. ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഫ്ലുവൻ്റ്, എല്ലാ രീതിക്കും, പൈസയുടെ കാര്യത്തിനും ഡ്രസ്സിൻ്റെ കാര്യത്തിനും എല്ലാ കാര്യത്തിലും അവർ ഫ്ലുവൻ്റ് ആണ്, ഫുഡിൻ്റെ കാര്യത്തിനും എല്ലാത്തിനും ഫ്ലുവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അഫ്ലുവൻ്റ്, ഒരുപാട് ഭാഷയൊക്കെ അറിയാമെന്നൊക്കെ ആലോചിച്ച് അഫ്ലുവൻ്റ് ആണ്, എല്ലാ രീതിക്കും ഫ്ലുവൻ്റ് ആണ്. ഇനി അടുത്ത സ്പ്ലെൻഡർ. സ്പ്ലെൻഡിഡ് ആയിട്ട്, ഭയങ്കരമായിട്ട് ഗ്രാൻഡ് ആയിട്ട്, ഗ്ലോറിയസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും, മണി സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർ എന്താണ്, ഒപ്പുലൻ്റ് ആണ്. ഒപ്പുലൻ്റ് എന്ന് പറഞ്ഞാൽ പണക്കാരാണ്, റിച്ച് ആണ്, അല്ലേ, വെൽത്തി ആണ്, ലക്ഷൂറിയസ് ആണ്, വെൽത്തി ആണ്. മാഗ്നിഫൈ ചെയ്യുക, എല്ലാ സാധനവും മാഗ്നിഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവണം, ഒരു വീട് മാഗ്നിഫൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, അവരെന്തുണ്ട്, പൈസയുണ്ട്, അപ്പോൾ അവർക്ക് വലിയ വീടൊക്കെ വെക്കാൻ പറ്റും. അപ്പം മാഗ്നിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, പൈസ ഉള്ളതുകൊണ്ടാണ്, വെൽത്ത് ഉള്ളതുകൊണ്ടാണ്, ലക്ഷൂറിയസ് ആയതുകൊണ്ടാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാഗ്നിഫിഷ്യൻ്റ്. ഒപ്പുലൻസ് അപ്പോൾ എന്താണ്, ലക്ഷൂറിയസ്, അഫ്ലുവൻ്റ്, സ്പ്ലെൻഡർ, മാഗ്നിഫിഷ്യൻ, സ്പ്ലെൻഡിഡ് ആയിട്ട് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു. ഇനി അടുത്ത ചിവൽറസ് അല്ലെങ്കിൽ ചൈവൽറസ് എന്നൊക്കെ പറയാം. ചിവൽറസ് എന്ന് ആലോചിക്കുക, ചിവൽറസ്. അപ്പോൾ ചിവൽ, അപ്പോൾ എന്താണ്, ഗാലൻട്രി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നമുക്കറിയാം ഗാലൻട്രി അവാർഡ്സ്, പത്മ, പരംവീർ ചക്ര, കീർത്തി ചക്ര, അങ്ങനെയൊക്കെ നമ്മൾ എന്താണ്, ധീരതയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു അവാർഡിനെയാണ് നമ്മൾ ഗാലൻട്രി അവാർഡ് എന്ന് പറയുന്നത്, അല്ലേ. ഗാലൻട്രി എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ചിവൽറസ്, ഗാലൻട്രി. അതുപോലെ കോർട്ടിയസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോർട്ടിലൊക്കെ പോകുമ്പോൾ കാണിക്കേണ്ട സ്വഭാവം എന്താണ്, ഭയങ്കര റെസ്പെക്റ്റഡ്, അല്ലേ. കോർട്ടിയസ്, എല്ലാവരെയും നല്ല റെസ്പെക്റ്റോടെ കാണുക. ഓണറബിൾ പ്രസിഡന്റ്, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഓണറബിൾ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, വെൽ മാനേർഡ്. അപ്പോൾ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ, ചിവൽറസ് എന്ന് പറഞ്ഞാൽ ഗാലൻട്രി, ഭയങ്കരമായിട്ട് കറേജിയസ് ആയിട്ടുള്ള, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, വെൽ മാനേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ഐഡോളായിട്ട് കണ്ട് എന്ത് ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ടത്. ഓണറബിൾ ആയിട്ടുള്ള ആൾക്കാർ, കോർട്ടിയസ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, കോർട്ടിയസ്, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചിവൽറസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ആലോചിക്കുക. ചിവൽറസ്, ഗാലൻട്രി, കോർട്ടിയസ്, ഓണറബിൾ, വെൽ മാനേർഡ് ആണ്. ഇനി അടുത്ത് ഷൻ ചെയ്യുക, ഷട്ട് ചെയ്യുക എന്ന് ആലോചിക്കുക. ഷൂൺ എന്നാണ് ആലോചിക്കുക. അപ്പോൾ ഷൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ഇവാഡ് ചെയ്യുക. കോൾഡ് ഷോൾഡർ, നീ മിണ്ടായിരിക്കെ, ഷൂൺ നീ എന്ത് പോയേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്താണ്, റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവേഡ് ചെയ്യുക. എല്ലാം എന്താണ്, റിജക്ഷൻ എന്ന് പറഞ്ഞൊരു മീനിങ് ആണ്.
വേണ്ടെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും വേർഡ്സ് പഠിക്കുക. ഷൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, വേണ്ടെന്ന് വയ്ക്കുക, ഇഗ്നോർ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ഇവാഡ് ചെയ്യുക, കോൾഡ് ഷോൾഡർ കാണിക്കുക. കോൾഡ് ഷോൾഡറിൻ്റെ അപ്പോൾ മീനിങ് എന്താണ്? കോൾഡ്, എപ്പോഴും എന്ത് ചെയ്യുക, എല്ലാവരും കോൾഡായിട്ട് നിൽക്കുക എന്നുള്ള മീനിങ് എന്താണ്? ആരുമായിട്ട് ഒരു ഫ്രണ്ട്ലി അല്ല, ഭയങ്കര ഹോസ്റ്റൈലായിട്ട് നിൽക്കുക, ആരുടെ മിണ്ടാണ്ട് ഒരിടത്ത് മാറി നിൽക്കുക. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. എല്ലാവരെയും ഇഗ്നോർ ചെയ്യുക, അതിനെയാണ് ഷൂൺ എന്ന് പറയുന്നത്. ഷൻ എന്നാണ് ശരിക്കും പറയുന്നത്. ഷൻ. ഇനി അടുത്ത് ഇൻകൾക്കേറ്റ് ചെയ്യുക. ഇൻകൾക്കേറ്റ് ചെയ്യുക, അതിലോട്ട് അങ്ങ് ഒട്ടിപ്പിച്ച് എന്താണ് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ള മീനിങ് ആണ് ഇൻകൾക്കേറ്റ്. ഇൻകൾക്കേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക, ഒരു കാര്യത്തിന് അതിലോട്ട് തുടക്കം കുറിക്കുക. ഇൻകൾക്കേറ്റ് ചെയ്യുക, കല്ല് പോലെ ഫിക്സ് ചെയ്യുക. ഇൻകൾക്കേറ്റ് കല്ല് പോലെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻകൾക്കേറ്റ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഫിക്സ് ചെയ്യുക, ഇംപ്രിൻറ്റ് ചെയ്യുക, അടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കുക, ഇംപ്രിൻറ്റ് ചെയ്യുക, അതിൽ തന്നെ ഒട്ടിച്ച് വയ്ക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്യുക. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തു, അതിലേക്ക് നമ്മൾ അങ്ങ് തള്ളിവിടുകയാണ്. ആ ഒരു മീനിങ് ആണ് എന്ത് പറഞ്ഞാൽ ഇൻകൾക്കേറ്റ്, ഉറപ്പിച്ച് വയ്ക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് ഇൻകൾക്കേറ്റ്. ഫിക്സ് ചെയ്യുക, ഇംപ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നീ അതിലേക്ക് ആ പ്രോഗ്രാമിൽ ഇംപ്രിൻറ്റ് ആവുക, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ആവുക, ഇൻകൾക്കേറ്റ് ആവുക, നീ അതിലേക്ക് അങ്ങ് ചേർന്ന് പോകും എന്നുള്ള മീനിങ് പറയുക. ഫോസ്റ്ററിങ് എന്ന് പറഞ്ഞാലും എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇതിലേക്ക് പങ്കെടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഫോസ്റ്റർ ചെയ്യുക, ഫോഴ്സ് ചെയ്ത് അതിലേക്ക് എന്ത് ചെയ്യുക, ഫോസ്റ്റർ ചെയ്ത് വിടുക. ഫോസ്റ്റർ ഹോംസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ തള്ളിവിട്ട് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ള ഇതാണ് കേട്ടോ. ഇനി അടുത്ത് ബെല്ലിക്കോസ് എന്ന് പറയുമ്പോൾ അഗ്രസീവ് ആണ് കേട്ടോ. ബെല്ലി ഭയങ്കര എന്താണ്? അഗ്രസീവ് ആണെന്ന് ആലോചിക്കുക. ബെല്ലിക്കോസ് എന്താണ്? അഗ്രസീവ്, കൺഫ്രണ്ട്, ഡിസ്പ്യൂട്ട്, ത്രെറ്റനിങ്. ഓക്കെ, ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന, ദേഷ്യം തോന്നുന്ന, നമുക്ക് ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റഡ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൺഫ്രണ്ട്, എപ്പോഴും അടി ഉണ്ടാക്കാൻ തോന്നുന്നത്, എപ്പോഴും നമുക്ക് വഴക്ക് കൂടാൻ തോന്നുന്നത്, അങ്ങനെ ബെല്ലിയുടെ അടുത്ത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും? ബെല്ലിക്കോസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അഗ്രഷൻ തോന്നും, ഭയങ്കരമായിട്ടും ദേഷ്യം തോന്നും, അനോയ്മെൻറ്റ് തോന്നും, ഇറിറ്റേഷൻ തോന്നും, ത്രെറ്റനിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് നമുക്കിത് വേണോ വേണ്ടെന്നുള്ള ഭയങ്കരമായിട്ട് നമ്മളെ അത് പോയി കഴിഞ്ഞാൽ ശരിയാവോ, ഡിസ്പ്യൂട്ട്, വഴക്കുണ്ടാവാൻ കാര്യമാവുന്നു, അങ്ങനെയൊക്കെ പല രീതിയിൽ നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നത് തന്നെയാണ് ബെല്ലിക്കോസ് എന്ന് പറയുന്നത് കേട്ടോ. അഗ്രഷൻ, കൺഫ്രണ്ട് ചെയ്യുക, അതിന് ആ ഒരു വാക്വാദം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ കുറേ കാര്യമാണ്. ഓക്കെ, അതിനെയാണ് ബെല്ലിക്കോസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ മോറോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? സള്ളൻ, ഭയങ്കരമായിട്ട് ഗ്ലൂമി ആയിട്ടിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക. മോറോസ്, അവൻ എന്ത് ചെയ്തില്ല? മോറോസ് കൊടുത്തിട്ടില്ല. മൊറോസ് അപ്പോൾ എന്താണ്? മോർ റോസ് അവന് കൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവന് സങ്കടം തോന്നി അല്ലേ? എല്ലാവർക്കും റോസ് കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തില്ല? മൊറോസ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ആലോചിക്കുക? സള്ളൻ, അവൻ ഭയങ്കരമായിട്ട് സള്ളനായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, സൾക്കി ആയിട്ടിരിക്കുക, മൂഡി ആയിട്ടിരിക്കുക, ഗ്ലൂമി ആയിട്ടിരിക്കുക, ഡെസ്പായിട്ടിരിക്കുക, ഭയങ്കര സങ്കടം തോന്നുക. ഓക്കെ, ഡെസ്പോണ്ടൻ്റ് ആയിട്ടിരിക്കുക, ഒരു കാര്യവും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഡെസ്പായിട്ടിരിക്കുക, ഗ്ലൂമി, മൂഡി, സള്ളൻ, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാ വേർഡ്സും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇതിൽ പറയുന്നത് എന്താണ്? പേഴ്സൺ ഹു ആർ അൺഫെയർലി ബ്ലെയിംഡ് ഫോർ സംതിങ് ദാറ്റ് അതേഴ്സ് ഹാവ് ഡൺ. മറ്റൊരാൾ ചെയ്തതിന് ഞാൻ ഇരയായി എന്നുള്ളൊരു മീനിങ് പറയത്തില്ലേ? പേഴ്സൺ ഹു ആർ അൺഫെയർലി, ഒരു ഫെയർനെസ്സും ഇല്ലാണ്ട്, ഒരു ശരിയും കൂടാണ്ട് അൺഫെയർ ആയിട്ട് ബ്ലെയിം ചെയ്യുക, അയാൾ അതിലേക്ക് തള്ളിയിട്ട്, ഫോർ സംതിങ് ദാറ്റ് അതേഴ്സ് ഹാവ് ഡൺ, മറ്റൊരാൾ ചെയ്തതിന് ഞാൻ അതിനൊരു ഇരയായി എന്ന് പറയത്തില്ലേ? ബലിയാടായി. അപ്പോൾ അതിൽ ഏതാണ് ആ മീനിങ് വരുന്നത്? സ്കേപ്പ് ഗോട്ടാണ് കേട്ടോ. സ്കേപ്പ് ഗോട്ട്, മറ്റൊരാൾ എന്ത് ചെയ്യുക? ഇരയാവുക എന്ന് പറഞ്ഞാൽ ബലിയാടാവുക, ബലിയാടാവുക, സ്കേപ്പ് ഗോട്ട് ആവുക. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബ്ലെയിംഡ് ഫോർ സംതിങ് ദാറ്റ് അതേഴ്സ് ഹാവ് ഡൺ, മറ്റൊരാൾ ചെയ്തതിന് നമ്മളായി. അങ്ങനെയാണെങ്കിൽ എക്സ്പെഡീഷൻ എന്താണ്? എക്സ്പെഡീഷൻ നമ്മുടെ ഡോറയുടെ എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ജേണിയാണ്, വൊയേജ് ആണ് കേട്ടോ. വൊയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജേണി, നമ്മുടെ ഒരിടത്തും തങ്ങാണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ജേണി. ഓക്കെ, വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക, വൊയേജ്, ജേണി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ത്രൂ ഔട്ട് ദ വേൾഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിനെയാണ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്പെഡീഷൻ. ഇനി അടുത്ത എപ്പിറ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ നമ്മൾ അയാളെ കണ്ട് പഠിയെന്ന് പറയത്തില്ലേ? അയാളുടെ പേഴ്സണാലിറ്റി കണ്ട് പഠിക്കുക, എപ്പിറ്റോം, അയാളെ പോലെ ആവാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ. എപ്പിറ്റോം ഓഫ്
ഇന്ന എന്ന് പറയത്തില്ല, എപ്പിടോം ഓഫ് പീസ്, എപ്പിടോം ഓഫ് ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോൾ അയാളെ കണ്ട് മാതൃകയാക്കി പഠിക്കാൻ പറയുന്ന, പെർസോണിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്പിടോം എന്ന് പറയുന്നത് കേട്ടോ. അയാളെ കണ്ട് പഠിക്കുക എന്നുള്ള മീനിങ്. ഇനി അടുത്ത ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഡെയിൻ നമ്മൾ നേരത്തെയും പറഞ്ഞു എന്താണ്? ഹേറ്റ്. ഹേറ്റ് ഭയങ്കരമായിട്ട് ഒരാളെ വെറുക്കുക, ഹേറ്റ് ചെയ്യുക. എപ്പിടോം എന്ന് പറഞ്ഞാൽ പെർസോണിഫൈ ചെയ്യുക, അയാൾ എന്ത് ചെയ്യുക? കണ്ട് മാതൃകയാക്കുക, ആർക്കിടൈപ്പ് ചെയ്യുക, പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആൾ. ഓക്കെ, എപ്പിടോം എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് നല്ല ആൾ എന്നുള്ള രീതിയിൽ. ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞാൽ ഹേറ്റ് ചെയ്യുക. സ്കേപ്പ് ഗോട്ടാണ് കറക്റ്റ് എന്ത് ചെയ്യുന്നത്? ആൻസർ വരുന്നത് സ്കേപ്പ് ഗോട്ട്. ഇനി അടുത്ത് സംതിങ് ഹാപ്പനിങ് ബൈ ചാൻസ് ഇൻ എ ഹാപ്പി ആൻഡ് ബെനിഫിഷ്യൽ വേ. ഒരു നല്ല കാര്യം നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ലത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നെങ്കിൽ അതിനെ പറയുന്നതാണ് എന്തെന്ന്? സെറൻഡിപിറ്റി. സെറൻഡിപിറ്റി. സെറൻഡി ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് തോന്നുന്നതാണ്? ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നുകയാണ്. എന്ത് ചെയ്താലും നമുക്ക് എന്ത് തോന്നുകയാണ്? സക്സസ്ഫുൾ ആവുകയാണ് നമ്മൾ. ആ ഒരു രീതി സംതിങ് ഹാപ്പനിങ് ബൈ ചാൻസ് ഇൻ എ ഹാപ്പി ആൻഡ് ബെനിഫിഷ്യൽ വേ. നമ്മൾ വിചാരിക്കാതിരിക്കാതെ നമ്മൾ ആ ലക്ക്, നമുക്ക് ലക്ക് വന്നു എന്ന് പറയുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയുന്നത്? സെറൻഡിപിറ്റി പറയുന്നത് കേട്ടോ. സെറൻഡിപിറ്റി ഒരു ലക്കാണ്. നമ്മൾ ബൈ ചാൻസ് നമ്മൾ വിചാരിക്കാത്ത എക്സാം നമ്മൾ ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ഒരു ഗിഫ്റ്റ് കിട്ടുന്നു. ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വിചാരിക്കാണ്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്നു, അതും വളരെ പോസിറ്റീവായിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറൻഡിപിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സെറൻഡിപിറ്റി. അങ്ങനെയാണെങ്കിൽ സെറനിറ്റി എന്താണ്? ഭയങ്കര കാമായിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നവരെയാണ് സെറനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മോങ്സ് നമ്മുടെ ഈ ഗുരുക്കളും അങ്ങനെയുള്ള സന്യാസിമാരൊക്കെ എന്താണ്? ഭയങ്കര കാമായിട്ട്, ഭയങ്കര സെറനിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർ ഭയങ്കര കാമാണ്, റിലാക്സിങ് ആണ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അതിനെയാണ് സെറനിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സെറനിറ്റി. ഇനി അടുത്ത ഫോർട്ടിറ്റ്യൂഡ്. നമുക്ക് എന്താണ്? ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നുന്ന, കറേജ് തോന്നുന്ന ആൾക്കാരെയാണ് ഫോർട്ടിറ്റ്യൂഡ്. അവരെന്താണ്? റെസ്പെക്റ്റ്ഫുൾ ആണ്. ഭയങ്കര ഫോർട്ടൊക്കെ കെട്ടി ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ്? ഭയങ്കരമായിട്ട് രാജാക്കന്മാരാണല്ലോ ഫോർട്ടിറ്റ്യൂഡ്. അപ്പോൾ അവരെന്താണ്? റെസ്പെക്റ്റഡ് ആണ്, കറേജ് ആണ്, അവരുടെ ബ്രേവറിയൊക്കെ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫോർട്ടൊക്കെ കെട്ടി വലിയ രാജകൊട്ടാര ഒക്കെ അവാർഡൊക്കെ കെട്ടി പൊക്കിയൊക്കെ ഇരിക്കുന്നവരെന്താണ്? ഭയങ്കര റെസ്പെക്റ്റഡ് ബ്രേവറി ഉള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, ബ്രേവറി ഉള്ളവരെയാണ് പറയുന്നത് കേട്ടോ ഫോർട്ടിറ്റ്യൂഡ് എന്ന്. ബ്രേവറി, കറേജ് ആയിട്ടുള്ളവരെ. ഇനി അടുത്ത് മാലിഗ്നന്റ്. എന്താ മാലിഗ്നന്റ്? മാരകമായ മാലിഗ്നന്റ് കമൻസ്. നമ്മൾ പറയില്ലേ മെലീഷ്യസ് കമൻസ്, നമ്മുടെ ഫോണിലൊക്കെ ഇങ്ങനെ മാലിഗ്നന്റ് ആയിട്ട് ഒരാളെ എന്ത് ചെയ്യുക? കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? നമ്മൾ ഭയങ്കരമായിട്ട് എവിലി ആയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അയാളെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ എവിൽ സ്പിരിറ്റോട് കൂടി നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാലിഗ്നന്റ് എന്ന് പറയുന്നത്. എവിലായിട്ടുള്ള കാര്യങ്ങൾ സ്പാം ചെയ്യുക എന്നൊക്കെ പറയാറില്ലേ? ഭയങ്കരമായിട്ടും അയാൾ എന്ത് ചെയ്യുക? കബളിപ്പിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ പറയുന്നതാണ് കേട്ടോ. ആ ഒരു രീതിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലിഗ്നന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് കറക്റ്റ് ആൻസർ? സെറൻഡിപിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? ഹാപ്പി ആൻഡ് ബെനിഫിഷ്യൽ ബൈ ചാൻസ് വഴി. ഇവിടെ എന്താണ്? സംതിങ് അതേഴ്സ് ഹാവ് ഡൺ ആണ് സ്കേപ്പ് ഗോട്ട്. ആ ഒരു രീതിക്ക് ആലോചിക്കുക. ഇനി അടുത്ത ഡിസ്റ്റിംഗ്വിഷ്ഡ് പെർഫോമർ ഓഫ് ക്ലാസിക്കൽ മ്യൂസിക്. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു വളരെ നല്ലൊരു പെർഫോമറിനെ നമ്മൾ എന്ത് പറയും? അതായത് ആ പെർഫോമൻസിൽ ഏറ്റവും ഉന്നതിയിലെത്തിയ ആൾ, ഭയങ്കരമായിട്ട് പ്രമുഖനായ ആൾ, അയാളുടെ പ്രതിഭയൊക്കെ കാണിച്ച ആൾ, അങ്ങനെയുള്ളവരെന്താ നമ്മൾ പറയുന്നത്? അതിൽ ആ ഫീൽഡിൽ കൃത്യമായ ഒരു കാൽ ചുവട് വയ്ക്കാൻ പറ്റിയ ആൾ മേസ്ട്രോ ഓഫ് നമ്മൾ പറയില്ലേ മ്യൂസീഷ്യൻസിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മേസ്ട്രോ ഓഫ് ഇതെന്ന് പറഞ്ഞ ആരാണ് ശരിക്കും പറഞ്ഞാൽ? AR റഹ്മാനെയൊക്കെ പോലെ ആ ഒരു ഫീൽഡിൽ അവരെന്ത് ചെയ്തു? ഉന്നതിയിലെത്തി. ആ ഒരു ഫീൽഡിൽ അവരുടെ പേര് ഈ ലോകം മൊത്തവും കേൾപ്പിച്ചു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ മേസ്ട്രോ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് പെർഫോമറായി അവരുടെ പേരെന്ത് ചെയ്തു? ഇങ്ങനെ വാഴ്ക്കപ്പെട്ട പോലെ. നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ സിതാറിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ടും നമ്മുടെ ലോകമെമ്പാടും കേട്ട ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ആ ഫീൽഡിൽ എന്ത് ചെയ്തു? ഉന്നതിയിലെത്തിയ ആളെയാണ് നമ്മൾ മാസ്റ്റർ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇനി അടുത്ത് ലേമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡിനറി പേഴ്സൺ, നോർമൽ ആളാണ് കേട്ടോ. ലോമാൻ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ. ഇനി മെച്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ടും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്ത ആൾ, ഭയങ്കരമായിട്ട് മെച്യൂർഡ് ആയ ആൾ, ഭയങ്കര റെസ്പോൺസിബിൾ ആയ ആൾ. അതേസമയം എമെച്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂരിറ്റി ഇല്ലാത്ത, ഒട്ടും മെച്യൂർഡ് അല്ലാത്ത ആൾക്കാർ, ഭയങ്കരമായിട്ടും എന്താണ്? ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രൊഫഷണൽ അല്ലാത്ത, അൺപ്രൊഫഷണൽ ആയിട്ടുള്ള. കാരണം എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുന്നു? ഒരു ഇമ്മാച്യൂർ രീതിയിൽ അതിനെന്ത് ചെയ്യുന്നു? ഡീല് ചെയ്യുന്നു.
നമ്മുടെ പാഷന് വേണ്ടി, അപ്പോൾ ഒരു കാര്യം ഹാർഡ് വർക്ക് കൊണ്ട് അല്ലാണ്ട് ചുമ്മാ കളിച്ച് ചിരിച്ചൊക്കെ ആ കാര്യത്തിന് അങ്ങ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുന്നവരെയാണ് മെച്യൂർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോവിസ്. നോവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കക്കാർ, ബിഗിനേഴ്സ് എന്ന് പറയാം. ബിഗിനേഴ്സ് ആ ഒരു ഇൻഡസ്ട്രിയിൽ അവരെന്താണ്? പുതിയ ആൾക്കാർ, നോവിസ് ആണ്. നോവിസ് എന്ന് പറഞ്ഞാൽ പുതിയ, ബിഗിനേഴ്സ് ആണ്, അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുതിയ തുടക്കക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോവിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം അവിടെ എന്ത് ചെയ്യുക, ആലോചിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മേസ്ട്രോ ആണ് കേട്ടോ. ഇനി അടുത്ത് വൺ ഹൂ ഡസ് നോട്ട് മേക്ക് മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാർ, ഒരു എററും ഉണ്ടാക്കാതെ ജീവിതം നല്ലപോലെ കൊണ്ടുപോകുന്ന ആൾക്കാർ, വെൽ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ വെൽ പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്ത ആൾക്കാർ എന്തെന്ന് പറയാം നമുക്ക്? ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ, ഇൻഫോൾ, ഒരു ഫോളും ഉണ്ടാവാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇൻഫാളിബിൾ, ഫോളൊന്നും ചെയ്യാണ്ട് ഒരു രീതിയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് മേക്സ് മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്കും ഉണ്ടാക്കാത്ത ആളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാണ്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻ കണ്ട് നമുക്ക് പറയാം. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾ, നെഗറ്റീവ്. ഒപ്റ്റിമിസ്റ്റും പെസിമിസ്റ്റും. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് രീതിയിൽ കാണുന്ന ആൾ. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും നെഗറ്റീവായിട്ട് കാണുന്ന ആൾ. അപ്പോൾ എന്താണ്? പെസിമിസ്റ്റ് നെഗറ്റീവാണ്. ഇനി ഹിപ്പോക്രൈറ്റ് ഉണ്ട്. എന്താ ഹിപ്പോക്രൈറ്റ്? എന്താ ഹിപ്പോക്രൈറ്റ്? എ പേഴ്സൺ ഹു പ്രിറ്റൻസ് ടു ബി ഭയങ്കര മാനേർഡ് ആണ്, അല്ലെങ്കിൽ ആ ആൾ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ ശ്രമിക്കും. പക്ഷെ അയാൾ എന്താണ്? ഒറിജിനലി അങ്ങനെയല്ല, ഹിപ്പോക്രൈറ്റ്സ് ആണ്. ഇങ്ങനെ കാണുന്ന ആൾ എന്ത് ചെയ്യും? വാഷ് പൂഷ് ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നിൽക്കും, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഈ കാര്യങ്ങളിൽ എന്ന് പറയുന്ന, പക്ഷെ യഥാർത്ഥയ്ക്ക് അങ്ങനെ അല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഹിപ്പോക്രൈറ്റി നേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ആംബിവർട്ട്. ആംബിവർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടിൻ്റെ ഒരു മിങ്കിൾ ക്യാരക്ടർ അല്ലേ, ആംബിവേർട്ട്, നടുക്കുള്ള ക്യാരക്ടർ, അതിനെയാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിക്ക് ആലോചിക്കുക. ഇൻഫോളിബിൾ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഇൻഫോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോളിബിൾ എന്ന് പറഞ്ഞാൽ ഹു ഡസ് നോട്ട് മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇൻഫോളിബിൾ ആണ്. ഇൻഫോളിബിൾ ആണ്, ഇതാണ് കേട്ടോ, ഇതാണ്. ഇനി അടുത്ത് ബിയറിംഗ് നോ നെയിം. ഒരു നെയിമും ഇല്ലാത്ത ആൾ. ആ ഒരു നെയിമും ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് എന്ത് പറയാം? ഒരു നെയിമും ഇല്ലാതെ നമ്മളെ വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക? നമുക്കൊരു എന്ത് വന്നു? അനോണിമസ് കോൾ വന്നു അല്ലേ? എന്ത് വന്നു? അനോണിമസ് കോൾ വന്നു. നമുക്ക് എന്ത് വന്നു? അനോണിമസ് കോൾ വന്നു. അനോണിമസ് കോൾ വന്നു കേട്ടോ. അനോണിമസ് കോൾ വന്നെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് സീഡോണിയം. സീഡോണിയത്തിൻ്റെ മീനിങ് എന്താണ്? അപ്പം സീഡോണിയത്തിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓമന പേരൊക്കെ വിളിക്കുമെന്ന് പറയത്തില്ലേ? സീഡോ നെയിം, നമ്മുടെ ഒരു ഓമന പേര്, ചെല്ലപ്പേര്, നമ്മുടെ പെറ്റ് നെയിം എന്നൊക്കെ പറയാറില്ലേ? അതിനെയാണ് സീഡോണിയം എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് സീഡോണിയം എന്ന് പറയുന്നത്. അതിനെയാണ് സീഡോണിയം, ഓമന പേര്. അനോമലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അനോമലി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാതിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അതല്ല ശരിക്കും പറഞ്ഞ ആൻസർ. ബിയറിംഗ് നോ നെയിം, ഒരു പേരും ഇല്ലാത്ത ആളെ നമുക്ക് എന്ത് പറയാം? അനോണിമസ് കോൾ വന്നു എന്ന് പറയാം. നെയിം സേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നെയിം സേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അപ്പൂപ്പന്മാരുടെയൊക്കെ പേര് വെച്ചിട്ട് നമുക്ക് പേരിടാറില്ല. ഒരാളുടെ സേക്കിൽ മറ്റൊരാളുടെ പേര് നമ്മൾ കടം വാങ്ങിച്ചിരുന്നു, അതായത് നമ്മുടെ ഫാമിലി തന്നെ ഒരാളുടെ പേര് വെച്ച് നമ്മൾ പേരിടുന്നെങ്കിൽ അതിന് പറയുന്നതാണ് നെയിം സേക്ക് എന്ന്. മറ്റൊരാളുടെ സേക്കിൽ നമ്മൾ പേരിട്ടു, നമ്മുടെ അപ്പൂപ്പന്മാരുടെയൊക്കെ പേര് നമ്മുടെ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്, അതിനെയൊക്കെ നെയിം സേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ്, ഒരു നെയിം ഉണ്ട് അവിടെ. അനോണിമസിനാണ് നെയിം ഇല്ലാത്തത്. ഇതെന്താണ്? ഓമന പേര്. ഓക്കെ, ഇത്രയാണ് നമുക്ക് വൊക്കാബ് സെക്ഷനിൽ നോക്കേണ്ടത്. ഇനി നമുക്കൊരു 10 എറർ സ്പോട്ടിങ് കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സെൽഡം ഹാസ് ദ ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറീസ് ലൈക്ക് കോപ്പർനിക്കസ് ഓർ ഗലീലിയോ ബീൻ ഫോർഗട്ടൺ. എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പം സെൽഡം ഹാസ് ദ ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറീസ്. സെൽഡം ഹാസ് ദ ഡിസ്കവറീസ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഒരു കാര്യത്തിൻ്റെ ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് ഒരു സെൻറ്റൻസ് നമുക്ക് എറർ സ്പോട്ടിങ്ങിന് നോക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഗ്രമാറ്റിക് സെൻസ് ആയിരിക്കും നോക്കുന്നത്. അതായത് അതിൻ്റെ വെർബൽ ഫോം, അതിൻ്റെ പ്ലൂറൽ ഫോം ആണോ, സിംഗുലർ ഫോം ആണോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രിപ്പോസിഷൻസിൻ്റെ മാറ്റം ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും റൂൾ പരമായിട്ടാണോ വന്ന് എന്നുള്ള കുറേ ടെൻസ് പരമായിട്ടാണോ വന്നോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ സെൽഡം ഹാസ്, അപ്പം നമുക്കൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് അവിടെ ഉണ്ടാവണം. ഹാസ് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് വരണം?
ഒരു സിംഗുലാർ വെർബ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കി, അപ്പം ഇത് ഫസ്റ്റ്ലി നിങ്ങൾ ഇങ്ങനെ സെന്റൻസ് നോക്കി പോകുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവണം. ഹാസ് കഴിഞ്ഞാൽ ഒരു സിംഗുലർ വെർബ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എന്ത് വന്നു? ഡിസ്കവറീസ് എന്ന് വന്നു. വേൾഡ്സ് ഗ്രേറ്റ് ഹാസ് ദ ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറീസ്. അപ്പോൾ ഈ ഡിസ്കവറീസും വന്നു, ഇവിടെ ഒരു ഡിസ്കവറേഴ്സും വന്നു. അപ്പോൾ ശരിക്കും എന്താ മാറേണ്ടത്? ഹാസ് കഴിഞ്ഞാൽ നമുക്ക് എന്തേ വരാവൂ? ഹാസ് കഴിഞ്ഞാൽ എപ്പോഴും എന്തേ വരാവൂ? സിംഗുലറേ വരാവൂ അല്ലേ? നമുക്കറിയാലോ ഹാസ് കഴിഞ്ഞാൽ സിംഗുലർ ആണ്. ഹാവിൻ്റെ ഒപ്പമാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? പ്ലൂറൽ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഹാസ് കഴിഞ്ഞാൽ സിംഗുലർ ആണ്, ഹാവ് കഴിഞ്ഞാൽ എന്താണ്? പ്ലൂറലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സെൽഡം ഹാസ് കഴിഞ്ഞാൽ പ്ലൂറലാണ് ഇവിടെ കിടക്കുന്നത്. ഡിസ്കവറീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കവറി ആണെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ ഡിസ്കവറീസ് എന്ന് പറയുമ്പോൾ, ഡിസ്കവറീസ് എന്ന് പറഞ്ഞു വരുമ്പോൾ അടുത്ത സെന്റൻസിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്ലൂറൽ ഫോം തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എവിടെയായിരിക്കും തെറ്റ്? നമ്മുടെ വെർബൽ ഫോമിലായിരിക്കും തെറ്റ്. അതെന്തായിരിക്കും? അപ്പം ഹാവ് എന്നായിരിക്കും. അപ്പോൾ എവിടെയാണ് തെറ്റ് വരുന്നത്? ഈ ഫസ്റ്റ് പാർട്ടിലാണ്. അപ്പോൾ എന്താണ്? സെൽഡം ഹാവ് ദ ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറേഴ്സ് ലൈക്ക് കോപ്പർനിക്കസ് ഓർ ഗലീലിയോ. രണ്ടുപേരെ പറഞ്ഞു. അപ്പോൾ എന്തായാലും എന്തേ വരൂ? പ്ലൂറലേ വരും. ബീൻ ഫോർഗട്ടൺ. അപ്പോൾ എന്താണ്? ഹാവ് ആണ് അവിടുത്തെ എന്തെന്ന് പറയാം നമുക്ക്? കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ്? ഇവിടെ ഹാസ് മാറി എന്താവും? ഹാവ് ആവും. അതാണ് അപ്പോൾ അവിടുത്തെ എന്തെന്ന് പറയുന്നത്? എറർ എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫാർമർ ഈസ് കട്ടിങ് ദ കോൺ വിച്ച് ഹാസ് റൈപ്പൺ ഇൻ ദ ഫീൽഡ്സ്. ഇത് നോക്കുമ്പോൾ ഈസ് കട്ടിങ് കറക്റ്റ് ചെയ്യണം, വെർബൽ ഫോം കറക്റ്റ് ചെയ്യണം, ഇത് സെന്റൻസ് കറക്റ്റ് ചെയ്യണം. ദ കോൺ വിച്ച് ഹാസ് റൈപ്പൺ. ദ കോൺ വിച്ച് ഹാസ് റൈപ്പൺ. ഹാസ് പ്ലസ് എന്തേ വരാവൂടാ? ഹാസ് പ്ലസ് V3 ഫോം ആണ് വരേണ്ടത് അല്ലേ? ഹാസ് പ്ലസ് നമുക്ക് എന്ത് വരണം? V3 ഫോം വരണം. V3 ഫോം ആണോ വന്നത്? V3 ഫോം ആണോ വന്നത് റൈപ്പൺ? അല്ല, V3 ഫോം അല്ല വന്നത്. നമുക്കറിയാം റൈപ്പ് V1 ഫോം, അടുത്ത V2 ഫോം എന്താ? റൈപ്പ്ഡ്. അത് കഴിഞ്ഞു V3 ഫോം എന്താ? റൈപ്പ്ഡ്. ഇങ്ങനെയാണ് നമ്മുടെ റൈപ്പിന്റെ ഫോം പോകുന്നത്. റൈപ്പ്, റിപ്ഡ് അല്ലെങ്കിൽ റൈപ്പ്ഡ് ഫ്രൂട്ട്സ് എന്നൊക്കെയല്ലേ പറയുന്നത്? റൈപ്പ്, റൈപ്പ്ഡ്. ഇങ്ങനെയാണ് നമ്മുടെ V3 ഫോം. ഹാസ് പ്ലസ് എന്തേ വരുമാവും? ഹാസ് പ്ലസ് V3, ഹാവ് പ്ലസ് V3. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്ന എന്താണ്? റൈപ്പൺ എന്നാണ് വന്നത്. അപ്പം റൈപ്പൺ ആയി കിടന്നെന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിലായതുകൊണ്ടാണല്ലേ? വിച്ച് ഈസ് ഫാർമർ ഈസ് കട്ടിങ് ദ കോൺ വിച്ച് ഹാസ് റൈപ്പൺ. അതായാലും എന്താണ് വരേണ്ടത്? നമുക്ക് ഇവിടെ ഒരു എന്ത് വരണം? ED ഫോം വരണം. അതായത് റൈപ്പ്ഡ് എന്നായിരുന്നു നമുക്ക് വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? റൈപ്പൺ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ED ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഹാസ് പ്ലസ് എന്താണ്? V3 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? റൈപ്പൺഡ് ആകണം. അപ്പോൾ അതെന്ത് ചെയ്യുക? തെറ്റാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? തെറ്റാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹാസ് കഴിഞ്ഞാൽ ഏതേ വരാവൂ? റൈപ്പ് അല്ലെങ്കിൽ റൈപ്പ്ഡ് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് വരാവൂ. ED ഫോമേ വരാവൂ. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? ചിന്തിക്കുക. അപ്പോൾ അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? തെറ്റെന്ന് പറയുന്നത്. ഹാസ് റൈപ്പ്ഡ് എന്നായിരുന്നു. ഹാസ് റൈപ്പൺഡ് അല്ലെങ്കിൽ റൈപ്പ്ഡ് എന്നായിരുന്നു വരേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത്, ഹരീഷ് ടോൾഡ് മീ ഇൻ ദ മോർണിംഗ് ദാറ്റ് ഗൗരവ് വിൽ കം ടുമാറോ. അപ്പോൾ ഹരീഷ് ടോൾഡ് മീ ഇൻ ദ മോർണിംഗ്, രാവിലെ ഹരീഷ് പറയാണ്. ഹരീഷ് ടോൾഡ് മീ കറക്റ്റ്, ഇൻ ദ മോർണിംഗ് കറക്റ്റ്, ഇൻ ദ മോർണിംഗ് രാവിലെ പറയാണ്. ദാറ്റ് ഗൗരവ് വിൽ ഓക്കെ. ബാക്കി കം ടുമാറോ, നാളെ വരുന്ന കാര്യമാണ്. ഇന്ന് രാവിലെ പറയുന്നത് നാളെ വരുന്ന കാര്യമാണ്. അപ്പോൾ അതെന്തായി മാറുകയാണ്? അപ്പോൾ പാസ്റ്റിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ അത് പറയേണ്ടത്. അപ്പോൾ എന്താ വരിക? ഈ വില്ല് മാറി എന്ത് വരണം? വുഡ് വരണം. ദാറ്റ് ഗൗരവ് വുഡ് കം ടുമാറോ. ഓക്കെ, ആ ഒരു രീതിക്ക് മാറും. ഗൗരവ് വുഡ് കം ടുമാറോ എന്നുള്ള രീതിയിൽ മാറും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു രീതിക്ക് പോകുന്നു. ടോൾ മീ ഇൻ ദ മോർണിംഗ് ദാറ്റ് ഗൗരവ്. കാശ് പാസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത കാര്യം വുഡ് കം ടുമാറോ എന്നുള്ളൊരു രീതിക്ക് മാറത്തുള്ളൂ. ഓക്കെ, ആ ഒരു രീതിക്ക് മനസ്സിലാക്കുക. ടുമാറോ ആയതുകൊണ്ടാണ്. ഇനി അടുത്ത്, ദ താജ് മഹൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്? താജ്മഹൽ എന്ന് പറയുന്നത് വൺ ഓഫ്. ഈ വൺ ഓഫ് എന്ന് പറഞ്ഞ വേർഡ് കാണുമ്പോഴേ റൂൾസ് സ്ട്രൈക്ക് ആവണം. വൺ ഓഫ് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് വരണം? വൺ ഓഫ് കഴിഞ്ഞാൽ എപ്പോഴും എന്തേ വരാവും? പ്ലൂറൽ വേർഡേ വരാവും. അല്ല, പ്ലൂറൽ അല്ല, വൺ ഓഫ് കഴിഞ്ഞാൽ എപ്പോഴും വൺ ഓഫ്. ഒരുപാട് ആൾക്കാരുള്ളതിൽ ഒന്ന്, അതായത് ഒരു കൂട്ടം ആൾക്കാരെ എടുത്തിട്ട് അതിൽ ഒരാളെ എടുക്കുകയാണ്. അതായത് താജ്മഹൽ എന്ന് പറയുന്നത് ഇത്രയും വണ്ടേഴ്സ്, 7 വണ്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ 7 വണ്ടേഴ്സിൽ താജ്മഹലിന് മാത്രം എടുക്കുമ്പോൾ അതെന്താണ്? ഒന്നാണ്, ഒരാളാണ്. അപ്പോൾ ഒരാൾ വരുമ്പോൾ അവിടെ എന്ത് വരണം?
നമുക്ക് സിംഗുലാർ നൗൺ ആയിരിക്കണം വരേണ്ടത്. ഓൺ ഓഫ് കഴിഞ്ഞാൽ നമുക്ക് എന്തേ വരാവൂ? സിംഗുലറേ വരാവൂ. അപ്പം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അതൊക്കെ കറക്റ്റ് ചെയ്യണം. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്താണ്? ക്രിയേഷൻ എന്നാണ് വന്നിരിക്കുന്നത്. ക്രിയേഷൻ എന്താ? നമുക്ക് ക്രിയേഷൻ പ്ലൂറൽ നൗൺ ആണല്ലേ. ക്രിയേഷൻ്റെ കൂടെ ഒരു എസും കൂടെ ചേർത്താലല്ലേ അത് എന്തായി മാറുകയുള്ളൂ? സിംഗുലർ ആവുകയുള്ളൂ. അങ്ങനെയല്ലേ? ട്രീ പ്ലൂറൽ ആണ്. ട്രീസ് ആവുമ്പോഴേ അത് എന്താവത്തുള്ളൂ? സിംഗുലർ ആവുകയുള്ളൂ അല്ലേ? സിംഗുലർ ആവുകയുള്ളൂ. ആ ഒരു മീനിങ് ആണ്. അതായത് പ്ലേറ്റ്സ് ആവുമ്പോഴേ എന്തൊരു സിംഗുലാർ ഫോമിലേക്കുള്ള രീതിയിൽ മാറത്തുള്ളൂ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ക്രിയേഷൻസ് ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. താജ്മഹൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ്. എസും കൂടെ വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറി? സിംഗുലാർ ആയി മാറി കേട്ടോ. ആ ഒരു രീതിക്ക് ആലോചിക്കുക. ക്രിയേഷൻസ് വൺ ഓഫ് കഴിഞ്ഞാൽ ഒന്നെന്നാണ് എടുക്കുന്നത്. അതാണ് സിംഗുലർ. അവിടെ ഒന്നെന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ക്രിയേഷൻസ് ഇൻ ദ വേൾഡ് എന്ന് വരും. ഇനി അടുത്ത് മൈ ഫാദർ ഗിവ് അപ്പ് സ്മോക്കിംഗ് when I was 12 years old. 12 years old ആയിരുന്ന സമയത്ത് എൻ്റെ ഫാദർ സ്മോക്കിംഗ് നിർത്തി. അപ്പം മൈ ഫാദർ എന്തായിരിക്കണം? when I was 12 years old, 12 വയസ്സായിരുന്നപ്പോഴേ. അപ്പം എന്താണ്? പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഗിവ് അപ്പാണോ? ഗീവ്, ഗേവ്, ഗിവൺ, ഇങ്ങനെയല്ലേ നമുക്ക് വരേണ്ടത്? ഇങ്ങനെയല്ലേ V1, V2, V3 ഫോം വരേണ്ടത്? പാസ്റ്റ് ആണെങ്കിൽ ഏത് വരും? അപ്പം V2 ഫോം അല്ലേ. അപ്പം എന്ത് വരണം ഇവിടെ? ഗേവ് അപ്പ് എന്ന് വരണം. 12 വയസ്സിൽ നടന്ന കാര്യമായതുകൊണ്ട് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കണം. പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ വരേണ്ടത് വാസ് വന്നു, അത് കറക്റ്റാണ്. അതേസമയം ഗീവ് എന്താണ്? ഗേവ് ആയിട്ട് മാറണം. ആ ഒരു കാര്യം ആലോചിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ മദർ ആസ് വെൽ ആസ് ദ സൺസ് വെയർ ആസ്ക്ഡ് ടു അപ്പിയർ ബിഫോർ ദ മജിസ്ട്രേറ്റ് ഫോർ ഇൻട്രോഗേഷൻ. അപ്പോൾ എന്താണ് ഇവിടുത്തെ വേർഡ് ശ്രദ്ധിക്കുമ്പോൾ? ദ മദർ ആസ് വെൽ ആസ് ദ സൺസ്. നമ്മൾ ഈ ഓൺ ഓഫ് പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ആസ് വെൽ ആസ്. അതും കൂടാഞ്ഞിട്ട് മദർ മാത്രമല്ല ദ സൺസ് ഓൾസോ എന്നുള്ളൊരു മീനിങ് ആണ്. മദറും സണ്ണും കൂടെ ഒരുമിച്ച് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആസ് വെൽ ആസ് എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് വേർഡാണ് അവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആരെയാണ്? മദറിനെയാണ്. അതായത് സബ്ജക്ട് ബിഫോർ ആസ് വെൽ ആസ് ആണ്. ആസ് വെൽ ആസിന് മുമ്പ്, ആസ് വെൽ ആസ് എന്താണ്? ഒരു വെർബൽ ഫോം എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കണക്റ്റിംഗ് വേർഡ് എന്ന് വിചാരിച്ചോ. ആ കണക്റ്റിംഗ് വേർഡിന് മുമ്പ് ആദ്യം നിൽക്കുന്ന സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ സമയത്ത് പരിഗണിക്കാൻ. അപ്പം സൺസ് ആവുമ്പോൾ എന്താണ്? സൺസ് കഴിഞ്ഞാൽ എന്ത് വരണം? പ്ലൂറൽ വരണം. സൺസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സണ്ണ്, മകന്മാർ കഴിഞ്ഞാൽ പ്ലൂറൽ, വേർ കറക്റ്റ് ചെയ്യണം. പക്ഷേ ആസ് വെൽ ആസ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് വരണം? ഫസ്റ്റ് നിൽക്കുന്ന സബ്ജക്റ്റ്, അതായത് മദറിനെ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആൻസർ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ എന്തായി മാറുവാടാ? വെയർ മാറിയിട്ട് എന്താവും? മദർ ഒറ്റയാളല്ലേ. അപ്പം മദർ വാസ്. അപ്പം ദ മദർ ആസ് വെൽ ആസ് ദ സൺസ് വാസ് ആസ്ക്ഡ് ടു അപ്പിയർ. ആ ഒരു രീതിയിൽ മാറും. ആസ് വെൽ ആസ് വന്നതുകൊണ്ട് മദറിൻ്റെ വെർബൽ ഫോമാണ് എടുക്കുന്നത്. മദറിൻ്റെ വെർബൽ ഫോം എന്താണ്? ഇതല്ല, വാസ് ആണ്. ഓക്കെ, ഒറ്റ ആളല്ലേ അമ്മയെന്ന് പറയുന്നത്? ഒറ്റ ആൾ. സൺസ് ആയിരുന്നെങ്കിൽ അതെന്താണ്? നോർമലി സെൻറ്റൻസ് ആസ് വെൽ ആസ് ഇരുന്നെങ്കിൽ എന്തായിരുന്നു? ഇല്ലാതിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. സൺസ് വേറെ എന്ന് തന്നെയായിരുന്നു വരേണ്ടത്. പക്ഷേ മദറിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആസ് വെൽ ആസ് വരുമ്പം കൺസിഡർ ചെയ്യണം. ആ ഒരു രീതിയാണ് പറയുന്നത്. ഇനി അടുത്ത്, ദ മാർക്കറ്റിംഗ് ടീം ഹാവ് ബീൻ ഫോളിങ് farther away from their goal since their internal shuffle of അതൊക്കെ എന്താണ്? കറക്റ്റാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, മാർക്കറ്റിംഗ് ടീമാണ്. മാർക്കറ്റിംഗ് ടീം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജൂറി, ടീം, അങ്ങനത്തെ ഒരു കളക്റ്റീവ് നൗൺസിനെ എടുക്കുമ്പോൾ നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ? സിംഗുലാർ വേർഡേ ഉപയോഗിക്കാവൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജൂറി, ഓഡിയൻസ്, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? അവർ സിംഗുലർ ആയിട്ട് കണക്കാക്കണം. അവരെ പ്ലൂറൽ, ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞ് കണക്കാതെ അവർ ഒറ്റ ഗ്രൂപ്പാണെന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോൾ നമുക്ക് എന്ത് വരണം? ഇവിടെ മാർക്കറ്റിംഗ് ടീം ഒരു ടീമാണ്. ആ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹാവിൻ്റെ ആവശ്യമില്ല. എന്തിൻ്റെ ആവശ്യമുള്ളൂ? ഹാസിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം മാർക്കറ്റിംഗ് ടീം, ജൂറി, ഓഡിയൻസ്, ഇങ്ങനെയൊക്കെ മീനിങ് വന്നാൽ ഇവരെല്ലാം ഒരു കൂട്ടം ആൾക്കാരാണ്. ഒരു മിക്സ് ഓഫ് ആൾക്കാരാണ്. പ്രൊഫസേഴ്സ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഫാക്കൽറ്റീസ്, ഇതൊക്കെ ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുക? അവരെ സിംഗുലർ ആയിട്ട് വേണം വെർബൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പം മാർക്കറ്റിംഗ് ടീം ഹാവ് അല്ല, ഹാസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ,
ഇനി അടുത്ത് ഹാൻസ ലുക്സ് ഫോർവേഡ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം വിത്ത് മീ ആസ് ഷീ ഈസ് ലിവിങ് ഫോർ ദ അക്കാഡമി. അപ്പം ഹാൻസ ലുക്സ് ഫോർവേഡ് ടു എന്താണ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം. ടു ഹാവ് എ ഗ്രേറ്റ് ടൈം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ടു കഴിഞ്ഞാൽ ടു അതൊരു കണ്ടീഷനാണ് കേട്ടോ. ടു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം V1 ഫോം ആയിരിക്കണം കേട്ടോ. V1 ടു കഴിഞ്ഞാൽ എപ്പോഴും V1 ഫോം ആയിരിക്കണം വരേണ്ടത്. V1 ഇവിടെ വരുമ്പോൾ എന്താണ് ടു ഹാവ് എന്താണ് കറക്റ്റാണ്. ഹാസ് ഹാവ് അതെല്ലാം കറക്റ്റാണ്. ടു ബി എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ അഡീഷണൽ വന്നിട്ടുണ്ട്. ലുക്സ് ഫോർവേഡ്. ലുക്സ് ഫോർവേഡ് ടു അങ്ങനെ ഒരു വേർഡായിട്ടാണ് ടുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ടുവിന് മുമ്പ് ഇങ്ങനെ ഒരു ഫ്രേസൽ വെർബുണ്ട്. ഇതെന്താണ് ഫ്രേസൽ വെർബ് പോലെയാണ്. ഫ്രേസൽ വെർബാണ്. അങ്ങനെ വരുമ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡിയംസ് പഠിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതെന്താണ് ഒറ്റ വേർഡ് പോലെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അതായത് ലുക്സ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡായിട്ട് ഡിക്ഷണറിയിൽ നിന്ന് പറക്കി എഴുതുന്നതല്ല. ഇതിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. ലുക്സ് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു വേർഡായിട്ട് അതിനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മീനിങ്ങും കൊടുത്ത്. അപ്പോൾ ലുക്ക് ഫോർവേഡ് എന്ന് വെച്ചാൽ ഞാൻ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹൻസ ലുക്ക് ഫോർവേഡ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. അപ്പോൾ ഫ്രേസൽ വെർബിൻ്റെ കൂടെ ലുക്ക് ഫോർവേഡിൻ്റെ കൂടെ ടു വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചേർക്കണം നമ്മൾ ING ഫോം ചേർക്കണം. ING ഫോം അതായത് ഹാവിൻ്റെ കൂടെ എന്ത് ചേർക്കണം ING ഫോം ചേർക്കുമ്പോൾ ടു ഹാവിങ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ലുക്സ് ഫോർവേഡ് ടു എന്നുള്ള ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ലുക്സ് ഫോർവേഡ് ടു ആ ഒരു മീനിങ്ങിലാണ് വരുന്നതെങ്കിൽ ടു പ്രിഫർ ടു ആ ഒരു മീനിങ്ങിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ടു കഴിഞ്ഞ് ING ഫോം ചേർക്കണം. ടു കഴിഞ്ഞ് ING ഫോം ചേർക്കണം. ING അതാണ് അവിടുത്തെ പ്രത്യേകത. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വാസ് പ്രസന്റ് അറ്റ് ദ ഹോളി ഫെസ്റ്റിവൽ. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വാസ് പ്രസന്റ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വാസ് പ്രസന്റ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വാസ് പ്രസന്റ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. ഓക്കെ, പീപ്പിൾ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വരേണ്ടത് എ കഴിഞ്ഞാൽ, അതായത് എ ലാർജ് നമ്പർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട നൗണ് വെയർ ആണ്. ഓക്കെ, എ ലാർജ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് വരേണ്ട നൗൺ എന്താണ് പീപ്പിൾ വെയർ ആണ്. ഓക്കെ, പീപ്പിൾ വെയർ ആണ്. അതേസമയം ദ ലാർജ് നമ്പർ ആയിരുന്നെങ്കിൽ ദ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വാസ് എന്ന് വന്നേനെ. ദ വന്നിരുന്നെങ്കിൽ അവിടെ എന്ത് വന്നേനെ വാസ് വന്നേനെ. ഇവിടെ എ ലാർജ് നമ്പർ അതൊരു കണ്ടീഷനാണ്. എ ലാർജ് നമ്പർ കഴിഞ്ഞാൽ എന്തേ വരത്തുള്ളൂ ഓഫ് പീപ്പിൾ വേറെ വരത്തുള്ളൂ കേട്ടോ. വേറെ വരത്തുള്ളൂ ഓഫ് പീപ്പിൾ വെയർ പ്രസന്റ് അറ്റ് ദ ഹോളി ഫെസ്റ്റിവൽ. വേറെ അല്ലേ വരത്തുള്ളൂ. ഇപ്പോൾ പീപ്പിൾ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുമ്പോൾ അവിടെ എന്തേ വരത്തുള്ളൂ പ്ലൂറൽ ഫോമേ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. അപ്പോൾ ഹോളി ഫെസ്റ്റിവലിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വെയർ പ്രസന്റ് ആണ്. ദ ലാർജ് നമ്പർ എന്ന് വന്നിരുന്നെങ്കിൽ പീപ്പിൾ വാസ് വന്നേനെ കേട്ടോ. അതാണ് അവിടുത്തെ ഡിഫറൻസ്. ഇനി അടുത്തിവിടെ പറയുകയാണെങ്കിൽ നെയ്തർ ദ ഫോക്സ് നോർ ദ ചൈൽഡ് വെയർ ഹാപ്പി അബൌട്ട് ദ റിസൾട്ട്സ്. എന്താണ് നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് വരുന്ന എന്തായിരിക്കും റിസൾട്ട്സ് ഓഫ് ദ എക്സാം ആണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ് നമ്മുടെ സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ എന്തേ വരത്തുള്ളൂ വാസേ വരത്തുള്ളൂ. നെയ്തർ നോർ എന്ത് വരണം വാസ് ഫോളോ ചെയ്ത് സിംഗുലാർ നൗൺ ഫോളോ ചെയ്ത് വരണം. സിംഗുലാർ, അതുകൊണ്ട് നെയ്തർ നോർ കഴിയുമ്പോൾ സിംഗുലാർ വരും. നെയ്തർ നോർ കഴിഞ്ഞാൽ സിംഗുലാർ. നെയ്തർ നോർ കഴിഞ്ഞാൽ എന്തേ വരാവും വാസ് വെയറല്ല വാസാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദിവസം തന്നെ ഇത്രയും ഒരു പാറ്റേൺ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും, അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.